കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും എന്റെ സ്നേഹവന്ദനം. യേശുക്രിസ്തുവിന്റെ പുതിയ നിയമ രക്ഷയുടെ ഉപദേശം എന്ന ഫേസ്ബുക്ക് പേജിലേക്കും യൂട്യൂബ് ചാനലിലേക്കും ഞങ്ങളുടെ ഹാർദവമായ സ്വാഗതം. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി, വ്യക്തമായി പറഞ്ഞാൽ 3 ആഴ്ചകളായി, ദാനിയേൽ പൂവണ്ണത്തിൽ എന്ന് പറയുന്ന ഒരു കത്തോലിക്ക പുരോഹിതൻ ബൈബിളിന്മേൽ കത്തോലിക്ക സഭയുടെ മാത്രമുള്ള അവകാശത്തെ സംബന്ധിച്ചുള്ള ഒരു വീഡിയോ ഒരു ദേവാലയത്തിൽ നിന്ന് അദ്ദേഹം പ്രസംഗിച്ചതിന്റെ യൂട്യൂബ് വീഡിയോ സോഷ്യൽ മീഡിയയിൽ എങ്ങും പ്രചരിക്കുന്നത് കാണുവാനിടയായതിന്റെ ഭാഗമായി അദ്ദേഹത്തിന് ഒരു മറുപടി കൊടുക്കുക ഒരു ക്രിസ്ത്യാനിയുടെ ബാധ്യതയും ഉത്തരവാദിത്വമായതുകൊണ്ടാണ് ഞങ്ങൾ ഈ വീഡിയോയുമായി രംഗത്തോട്ട് വന്നിരിക്കുന്നത്. ഇന്ന് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ ചില ക്ലിപ്പിങ്ങൾക്കുള്ള മറുപടി ഞങ്ങൾ കൊടുക്കുകയാണ്. അത് ഇന്ന് 3ാമത്തെ ഭാഗമാണ്. ഇനി ഒരു 2 ഭാഗങ്ങൾ കൂടി കഴിയുമ്പോൾ ഒരു പക്ഷേ ഈ വീഡിയോ ഞങ്ങൾക്ക് അവസാനിപ്പിക്കാൻ കഴിയുമായിരിക്കും. അദ്ദേഹം ചില അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നത് നിങ്ങൾക്ക് കേൾക്കുവാനായിട്ട് കഴിയും. ആദ്യമായി നമുക്ക് അദ്ദേഹത്തിന്റെ ഒരു വീഡിയോയുടെ ഒരു ഭാഗം കേട്ടിട്ട് നമുക്ക് വിഷയത്തിലേക്ക് മടങ്ങി വരാം. ഇങ്ങനെ 2000 വർഷമായി സഭ എന്താണ് ഇതിനെ വ്യാഖ്യാനിച്ചത് എന്നതിന് കൃത്യമായ വ്യാഖ്യാനം സഭയിലുണ്ട്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് അതുകൊണ്ട് ആരുടെയും സ്വന്തമായ വ്യാഖ്യാനത്തിനുള്ളതല്ല. അപ്പൊ അതുകൊണ്ട് ഒരു ടെക്സ്റ്റ് എടുക്കുമ്പോൾ ആ ടെക്സ്റ്റിനെ എങ്ങനെയാണ് അപ്പോസ്തലന്മാരുടെ കാലം മുതൽ സഭ വ്യാഖ്യാനിച്ചത്, ഈ ചോദ്യം ചോദിക്കാതെ ബൈബിൾ വ്യാഖ്യാനിക്കാൻ നമുക്ക് സ്വന്തമായി ആർക്കും അവകാശമില്ല. എന്തുകൊണ്ടാണിത്? സഭയ്ക്ക് വേണ്ടി സഭയിൽ എഴുതപ്പെട്ട ഒരു ഗ്രന്ഥം. അത് ഞാൻ പറയുന്നത് അതിനകത്ത് എന്തോ ഒരു കോമഡിയാണ്. കോമഡി ഈ ഉത്സവം കാണേണ്ട കാര്യമില്ല ശരിക്കും പറഞ്ഞാൽ. കാരണം എന്താ വെച്ചാൽ ഇത് ഓരോരുത്തർ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ ഇരുന്ന് ബൈബിൾ വ്യാഖ്യാനിക്കുന്നത് കേട്ടാൽ മതി. ഭയങ്കര തമാശ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്, ഞങ്ങൾക്ക് അങ്ങനെയാണ്. അവരോട് ചോദിക്കാൻ ഒറ്റ ചോദ്യമേ ഉള്ളൂ, കോൻ ഹേ, ഹു ആർ യു? Who are you? എന്ത് അധികാരത്തിലാണ് നീ ഇത് പറയുന്നത്? ആരാണ് നിനക്ക് ഈ പുസ്തകം? അതായത് സഭയെന്ന് കട്ടെടുത്തൊരു പുസ്തകം എടുത്തിട്ട് സഭയെ തെറി വിളിക്കുകയാണ്. സഭയെന്ന് കട്ടെടുത്താണിത്. കാരണം എന്താണ്? ഈ ന്യൂ ടെസ്റ്റമെന്റ്, ഞാനതിലേക്ക് വരാം. ന്യൂ ടെസ്റ്റമെന്റ് ഉപയോഗിക്കാൻ അവകാശം ഉണ്ടാവണമെങ്കിൽ ആ ന്യൂ ടെസ്റ്റമെന്റ് ഇതാ എന്ന് പറഞ്ഞ് തന്ന സഭയോട് അനുവാദം ചോദിക്കണം. അല്ലെ ഇത് കയ്യിലെടുക്കാൻ അവകാശമില്ല. കോപ്പി റൈറ്റ് പ്രകാരം കേസ് കൊടുത്താൽ ജയിലിലാവും. ഞാൻ പറയുന്നത്, അതായത് നമ്മുടെ വീട്ടിൽ നിന്ന് നിങ്ങൾക്കറിയുമോ, അമേരിക്കയിൽ ഒക്കൽഗോമയിൽ സാത്താൻ സേവ നടക്കാൻ വിശുദ്ധ കുർബാന മോഷ്ടിച്ച് സാത്താൻ സേവ നടക്കുന്ന സമയത്ത് ആ സാത്താൻ സേവ നടക്കാതെ പോയതിന്റെ കാരണം ഒരു ചെറുപ്പക്കാരൻ കേസ് കൊടുത്തു. ആ കേസ് കൊടുത്തിട്ട് അവൻ പറഞ്ഞു, ഇവർ കോൺസെക്രേറ്റ് ചെയ്യപ്പെട്ട തിരുവോസ്തിയാണ് മോഷ്ടിച്ചെടുത്ത് ഈ സാത്താൻ സേവ അർപ്പിക്കുന്നതെങ്കിൽ അവർ മോഷ്ടിച്ചെടുത്താണ്. കോൺസെക്രേറ്റഡ് ഹോസ്റ്റ് കഴിഞ്ഞ 2000 വർഷമായിട്ട് സഭയുടെ പ്രോപ്പർട്ടിയാണ്. ആ സഭയുടെ പ്രോപ്പർട്ടി മോഷ്ടിച്ചെടുത്ത് അതിനെ പരിഹാസ വിഷയമാക്കുന്നതിനെ വിലക്കണം. കോടതി ആ വാദം അംഗീകരിച്ചു. കോടതി അംഗീകരിച്ചിട്ട് അവരോട് പറഞ്ഞു, സാത്താൻ സേവ നടത്താൻ യൂക്കറിസ്റ്റിക് ഹോസ്റ്റ് വെച്ച് സാത്താൻ സേവ നടത്താൻ പറ്റില്ല. ബഹുമാനപ്പെട്ട ദാനിയേൽ പൂവണ്ണത്തിൽ എന്ന കത്തോലിക്ക പുരോഹിതൻ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ അവകാശം ഉന്നയിക്കുന്നത് പുതിയ നിയമത്തിലെ 27 പുസ്തകങ്ങൾ അടങ്ങിയ പുതിയ നിയമം എഴുതിയത് കത്തോലിക്ക സഭയ്ക്ക് വേണ്ടിയും എഴുതപ്പെട്ടത് കത്തോലിക്ക സഭയ്ക്ക് വേണ്ടിയും മാത്രമാണെന്നും മറ്റ് യാതൊരുവിധ ക്രൈസ്തവ സഭകൾക്കോ സഭയ്ക്ക് പുറത്തുള്ള ഒരു ക്രിസ്ത്യാനികൾക്കോ അത് എടുത്തുപയോഗിക്കുവാനുള്ള അവകാശം ഇല്ല എന്നും അദ്ദേഹം വളരെ പരിഹാസ രൂപേണ തന്നെ ഒരു ദേവാലയത്തിൽ പ്രസംഗിക്കുന്നതിന്റെ ഒരു വീഡിയോ ആണ് നിങ്ങൾ കണ്ടത്. ആ വീഡിയോയിൽ നമ്മൾ കാണുന്ന ഒരു വ്യക്തിയുണ്ട്, ചുമന്ന ഉടുപ്പിട്ട് തലയിൽ പുള്ളിത്തൊപ്പിയുമായി ഒരു കാർന്നോരെ ഒരു ഭിത്തിയിൽ ചാരി വെച്ചിരിക്കുന്ന ഒരു പടവും നമുക്ക് അവിടെ കാണാൻ കഴിയും. അപ്പൊ കത്തോലിക്ക സഭ എന്താണ്? സഭയ്ക്കാണോ ബൈബിളിന്മേൽ അവകാശം, അധികാരം? ആരാണ് ബൈബിൾ എഴുതി ഉണ്ടാക്കിയത്? അതിന്റെ അവകാശം ആർക്കൊക്കെയാണ് എന്നൊക്കെയാണ് നമ്മൾ ഇന്ന ദിവസം ചിന്തിക്കാനായിട്ട് പോകുന്നത്. അപ്പോ അവർ അവകാശവാദം ഉന്നയിക്കുന്നത് സഭ ഉണ്ടാക്കിയ ബൈബിൾ അനധികൃതമായി കയ്യിലെടുത്ത് സഭയുടെ തന്തയ്ക്ക് വിളിക്കുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയൊരു പരിതാപകരമായ ഒരു ഖേദകരമായ പ്രസ്താവന. സഭ ഉണ്ടാക്കിയ ബൈബിൾ എടുത്ത് സഭയ്ക്ക് നേരെ ചീത്ത വിളിക്കുന്നു. സോളാ സ്ക്രിപ്ചൂറ എന്ന് പറഞ്ഞ ദൈവത്തിന്റെ വചനം മാത്രം മതി, മറ്റൊന്നും വേണ്ട എന്ന് പറയുന്ന
ഒരു കൂട്ടം ആളുകൾ രംഗപ്രവേശനം ചെയ്ത്, ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ ഒരു കൂട്ടം ആളുകൾ രംഗപ്രവേശനം ചെയ്ത് ബൈബിൾ മാത്രം മതി എന്ന അവകാശം ഉന്നയിക്കുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ പരിതാപനം. എന്നാൽ നമുക്ക് പരിശോധിക്കാൻ പോകുന്നത്, അദ്ദേഹം പറയുന്നത് പോലെ പുതിയ നിയമത്തിലെ 27 പുസ്തകങ്ങൾ കത്തോലിക്ക സഭ എഴുതി ഉണ്ടാക്കിയതാണോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അതിനായി വിശുദ്ധ പത്രോസിന്റെ ലേഖനം 2 പത്രോസ് അതിന്റെ 2-ാം അധ്യായം അതിന്റെ 20-ാമത്തെ വാക്യം കത്തോലിക്കരുടെ ബൈബിളിൽ നിന്ന് തന്നെയാണ് നമ്മൾ ഇന്ന് വായിക്കാനായിട്ട് പോകുന്നത്. മറ്റ് ഏതെങ്കിലും ബൈബിൾ സൊസൈറ്റി പ്രിന്റ് ചെയ്ത ഒരു ബൈബിളിൽ നിന്നും നമ്മൾ പ്രസംഗിച്ചിട്ട് ബൈബിളിന് പുറത്തുള്ള കാര്യങ്ങൾ സംസാരിച്ചു എന്ന് പോഷത്വം പറയാതിരിക്കാൻ വേണ്ടിയാണ് കത്തോലിക്ക സഭയുടെ ബൈബിൾ തന്നെ നമ്മൾ സബ്ജക്റ്റിന് ആധാരമായി നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോ അവരുടെ ബൈബിളിലും എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ആദ്യം നിങ്ങൾ ഇത് മനസ്സിലാക്കുവിൻ, വിശുദ്ധ ലിഖിതത്തിലെ പ്രവചനങ്ങൾ ഒന്നും തന്നെ ആരുടെയും സ്വന്തമായ വ്യാഖ്യാനത്തിനുള്ളതല്ല. എന്തുകൊണ്ടെന്നാൽ പ്രവചനങ്ങൾ ഒരിക്കലും മാനുഷിക ചോദനയാൽ രൂപം കൊണ്ടതല്ല, പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതരായി ദൈവത്തിന്റെ മനുഷ്യർ സംസാരിച്ചവയാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ അതിന്റെ അവസാനത്തെ വാക്യം മാത്രം ഒരിക്കൽ കൂടി വായിക്കാൻ പോവാണ്. പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതരായി ദൈവത്തിന്റെ മനുഷ്യർ സംസാരിച്ചവയാണ് ദൈവവചനത്തിലെ എഴുത്തുകൾ അല്ലെങ്കിൽ പ്രവചനങ്ങൾ എന്ന് വ്യക്തമായി അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ ഇവിടെ വ്യക്തമായി പറയുകയാണ്, പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതരായി ദൈവത്തിന്റെ മനുഷ്യർ പ്രസ്താവിച്ചത്, അല്ലെ കത്തോലിക്ക സഭയിലെ ആളുകൾ പ്രസ്താവിച്ചു എന്ന് ബൈബിളിനെ കുറിച്ച് പറയുന്നില്ല. ഈ ബൈബിളിന്റെ ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് കാണാനായിട്ട് കഴിയും, ബൈബിൾ ആദിമ സഭ 1-ാം നൂറ്റാണ്ടിൽ തന്നെ ഈ 27 പുസ്തകങ്ങൾ എഴുതി പൂർത്തീകരിക്കപ്പെട്ടതായി നമുക്കറിയാൻ സാധിക്കും. പുതിയ നിയമത്തിലെ സുവിശേഷങ്ങളെല്ലാം തന്നെ AD 60 എഴുതി പൂർത്തിയായി. 65 കാലഘട്ടങ്ങളോടി സുവിശേഷങ്ങൾ മുഴുവൻ എഴുതി പൂർത്തിയായി. തുടർന്നുള്ള 30 വർഷങ്ങൾക്കുള്ളിൽ അപ്പോസ്തല പ്രവൃത്തി മുതൽ വെളിപ്പാട് പുസ്തകം വരെയും എഴുതി പൂർത്തിയാക്കപ്പെട്ടു എന്നാണ് ചരിത്രം പറയുന്നത്. ഇനി നമ്മൾ കത്തോലിക്ക സഭയുടെ ആരംഭത്തിലേക്ക് ഒന്ന് പരിശോധിച്ചാൽ, ഈ കത്തോലിക്ക സഭ എന്നുണ്ടായി എന്ന് പരിശോധിച്ചാൽ നമുക്ക് കാണുവാൻ കഴിയുന്ന രസകരമായ ഒരു വസ്തുതയുണ്ട്. ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാരാൽ സ്ഥാപിതമായ ദൈവത്തിന്റെ സഭ വരും നാളുകളിൽ വഞ്ചിക്കപ്പെട്ടു പോകും എന്ന് അപ്പോസ്തലനായ പൗലോസ് വളരെ കരഞ്ഞുകൊണ്ട് വിലപിക്കുന്ന ഒരു ഭാഗം അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായം 27 മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ഞാൻ പോയ ശേഷം ആടുകളെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടന്ന് വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന മനുഷ്യർ നിങ്ങളുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുകയും അവർ നിങ്ങളെ നിലവിൽ നിങ്ങൾ വിശ്വസിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന കൽപ്പനകൾക്കും ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും ദൈവസഭ പാലിച്ചു പോരുന്ന കാര്യങ്ങളെ തെറ്റായി വ്യാഖ്യാനിക്കുന്ന ഒരു കൂട്ടം ആളുകൾ നിങ്ങളുടെ മധ്യ എഴുന്നേൽക്കുകയും അവർ വിവിധ ഉപദേശങ്ങളാൽ നിങ്ങളെ വലിച്ചു കളയുകയും ചെയ്യുന്നു എന്ന് ഞാൻ പറഞ്ഞത് കാര്യം നിങ്ങൾ ഓർക്കണമെന്ന് രാപ്പകൽ കണ്ണുനീരോടുകൂടി ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു എന്ന് ആദിമ സഭയെ അപ്പോസ്തലനായ പൗലോസ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഓർമ്മപ്പെടുത്തുന്നത് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അപ്പോ അങ്ങനെ തുടർന്നു പോകുന്ന സഭ, നമുക്കറിയാം സഭയുടെ ആരംഭ കാലഘട്ടം വലിയ പീഡനങ്ങളിലൂടെയാണ് കടന്നുപോയത്. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഇനി അശേഷം മിണ്ടിപ്പോകരുതെന്ന് അപ്പോസ്തലന്മാരെ തർജ്ജനം ചെയ്യുകയും താക്കീത് ചെയ്യുകയും അവർ ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും ജനത്തെ, യഹൂദ സംവിധാനത്തെ, സെൻഹദ്രീൻ സംഘത്തെ വല്ലാതെ ഭയപ്പെടുത്തിയപ്പോൾ തങ്ങളുടെ ആളുകളെ ഈ ഉപദേശത്തിലേക്ക് വലിച്ചുകൊണ്ടു പോകുമെന്ന് ഭയപ്പെട്ട അവിടുത്തെ നേതാക്കന്മാര് ക്രിസ്തുവിന്റെ നാമത്തിൽ ഇനി അശേഷം സംസാരിച്ചു പോകരുത് എന്ന് അവരെ താക്കീത് ചെയ്യുകയും പലപ്പോഴും കാരാഗ്രഹത്തിലും ട്രയൽസിനും വിധേയമാക്കുന്നത് നമുക്ക് പ്രവൃത്തികളുടെ പുസ്തകത്തിൽ പല ഭാഗത്തും കാണുവാനായി കഴിയും. അപ്പോ അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ 1ഉം 2ഉം തലമുറകളിലേക്ക് വന്നപ്പോൾ ആദ്യ വിശ്വാസം നേരിട്ട് പ്രാപിച്ച അപ്പോസ്തലന്മാരിൽ നിന്നും തലമുറകളിലേക്ക് ഈ വിശ്വാസം കൈമാറ്റം ചെയ്യപ്പെട്ടപ്പോൾ, ഞാൻ പറഞ്ഞല്ലോ തിരുവെഴുത്തുകൾ ഉണ്ടായിരുന്നെങ്കിലും ഇന്നത്തെ പോലെ അവ പ്രിന്റ് ചെയ്ത് അനേക കോപ്പികളായി വീടുതോറും ലഭ്യമാകുന്ന ഒരു സംവിധാനം അന്നില്ല. ഈ 325 വരെയും AD 400 വരെയും അങ്ങനത്തെ സംവിധാനമില്ല. കൈയെഴുത്തു പ്രതികൾ മാത്രമേ ഉള്ളൂ. അതത് സഭയുടെ അധ്യക്ഷന്മാർക്ക് അപ്പോസ്തലനായ പൗലോസ്, യാക്കോബ്, യോഹന്നാൻ, പത്രോസ് ഇവരൊക്കെ എഴുതി അയച്ച കത്തുകൾ മാത്രമേ അവരുടെ വശമുള്ളൂ. അപ്പോ അതവിടെ വായിക്കപ്പെടുകയും
അതവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് യഥാർത്ഥമായ തിമോത്തി ലേഖനം 1 തിമോത്തി 2:15 അപ്പോസ്തലനായ പൗലോസ് പറയുന്ന പോലെ സത്യവചനത്തെ യഥാർത്ഥമായി റൈറ്റ്ലി ഡിവൈഡിങ് ദ വേർഡ് ഓഫ് ഗോഡ്, സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിക്കാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി നിൽക്കുക എന്ന് തിമോത്തിയെ പഠിപ്പിക്കുന്നത് പോലെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ജനറേഷനിലേക്ക് ഈ വചനത്തെയും അതിന്റെ വെളിപാടുകളെയും പകർന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. ആദ്യത്തെ തലമുറയിൽ മാത്രമാണ് നേരിട്ട് ഈ ഉപദേശം പെന്തക്കോസ്താ പെരുന്നാളിൽ സ്വീകരിച്ച അപ്പോസ്തലന്മാർ ഉണ്ടായിരുന്നുള്ളൂ. തുടർന്നുള്ള കാലഘട്ടങ്ങളിൽ വാമൊഴിയായി പകർന്നു പോകപ്പെട്ട ദൈവവചനവും അഭിഷേകം ചെയ്യപ്പെട്ട ദൈവദാസന്മാരിലൂടെ ദൈവം അവയ്ക്ക് കൊടുത്ത വ്യാഖ്യാനങ്ങളും അടങ്ങുന്നതാണ് ഈ 27 പുസ്തകങ്ങൾ. അതായത് 4 സുവിശേഷങ്ങളും ബാക്കിയുള്ള 23 പുസ്തകങ്ങളും നമ്മൾ കാണുന്നത്. അപ്പൊ ഈ പുസ്തകങ്ങൾ ഒക്കെയും ഈ പുസ്തകങ്ങൾക്ക് പ്രകാരമുള്ള ആധികാരികമായ ദൈവത്തിന്റെ വചനം അന്ന് സഭയിൽ ഉണ്ടായിരുന്നു. ഏത് സഭയിൽ ഉണ്ടായിരുന്നു വെച്ചാൽ യേശുക്രിസ്തുവിന്റെ ശരീരമായ സഭയിൽ ഉണ്ടായിരുന്നു. അതായത് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിലാണ് നമ്മൾ സഭയുടെ ആരംഭം കാണുന്നത്. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിലേക്ക് പോയിട്ട് നമ്മൾ പുതിയ കേൾവിക്കാരായതുകൊണ്ട് നമുക്കൊരു നിമിഷം അതിനെക്കുറിച്ച് വായിക്കാം. 2-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം തുടങ്ങുമ്പോൾ നമ്മൾ കർത്താവിന്റെ സ്വർഗാരോഹണം കാണുന്നു. അതിനുശേഷം 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ ആദ്യത്തെ തലക്കെട്ട് കത്തോലിക്ക ബൈബിളിൽ കൊടുത്തിരിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ ആഗമനം എന്നാണ്. അതിനുശേഷം 14-ാമത്തെ വാക്യത്തിന്റെ തലക്കെട്ടിൽ പത്രോസിന്റെ പ്രസംഗമെന്നും അതിനുശേഷം 37-ാം വാക്യത്തിന്റെ തലക്കെട്ടിൽ ആദ്യ ക്രൈസ്തവ സമൂഹം എന്നും എഴുതിയിരിക്കുന്നു. ക്രൈസ്തവ ആദിമ കത്തോലിക്ക സമൂഹം എന്നല്ല, ആദ്യത്തെ ക്രൈസ്തവ സമൂഹം. അപ്പൊ ആദ്യത്തെ ക്രൈസ്തവ സമൂഹത്തിന്റെ വക്താവായി സ്വർഗരാജ്യത്തിന്റെ താക്കോലുകൾ നൽകപ്പെട്ടവനായ പത്രോസ് എഴുന്നേറ്റ് നിന്ന് മാനസാന്തരപ്പെടുന്ന അല്ലെങ്കിൽ പാപത്തെക്കുറിച്ച് ബോധം വന്ന ആളുകളെ മാനസാന്തരത്തിലേക്ക് നയിച്ച ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നയിച്ചപ്പോൾ അപ്പോസ്തലനായ പത്രോസിന്റെ പ്രസംഗം കേട്ട് പരിശുദ്ധാത്മാവിനെ ലഭിച്ചവർ മാനസാന്തരം വന്നപ്പോൾ തങ്ങളുടെ പിതാക്കന്മാർ ക്രൂശിൽ തറച്ചു കൊന്ന ഈ യേശുവാണ് അവരുടെ മെസ്സിഹ, കർത്താവ്, അവരുടെ വാഗ്ദത്തം ചെയ്ത അത്ഭുതങ്ങളുടെ മന്ത്രിയായി, വീരനായ ദൈവമായി, നിത്യനായ പിതാവായി, സമാധാനത്തിന്റെ പ്രഭുവായി യെശയ്യാ പ്രവചന പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നവൻ, യെശയ്യാ 7:14 പറയുന്ന ഇമ്മാനുവേൽ, ദൈവം നമ്മോടുകൂടെ എന്ന് അരുളി ചെയ്യപ്പെട്ടിരിക്കുന്നവൻ തന്നെയാണ് ആ കാൽവരി ക്രൂസിൽ മരിച്ചതെന്നും അതിന്റെ ഉത്തരവാദികൾ തങ്ങളാണെന്നും അറിഞ്ഞ് ഹൃദയത്തിൽ കുത്തുകൊണ്ട അവിടെയുള്ള ആളുകൾ പത്രോസിന്റെ പ്രസംഗം കേട്ടിട്ട് ചോദിക്കുകയാണ്, സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? പത്രോസ് പറഞ്ഞു, നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, പാപമോചനത്തിനായി എല്ലാവരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ, പരിശുദ്ധാത്മാവിന്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും എന്ന് എഴുതി. അപ്പോ ആദ്യം വേണ്ടത് ദൈവസഭയിലേക്ക് വരുമ്പോൾ, ദൈവത്തിന്റെ സഭയുടെ ആരംഭം നടക്കുമ്പോൾ ആദ്യം മാനസാന്തരം, പിന്നീട് പാപങ്ങളുടെ മോചനത്തിലുള്ള സ്നാനം, പിന്നീട് അതിൽ വാഗ്ദത്തം ചെയ്യപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാനം പ്രാപിച്ചുകൊണ്ട് ജെറൂസലേമിൽ ആരംഭിക്കപ്പെട്ടതാണ് സഭ 1-ാം നൂറ്റാണ്ടിൽ. എന്നാൽ കത്തോലിക്ക സഭയുടെ ആരംഭം ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞത് കുറച്ച് വിശദീകരിക്കുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുകയാണ്. കത്തോലിക്ക സഭയുടെ ആരംഭം ഔദ്യോഗികമായി ആരംഭിക്കപ്പെട്ടത് റോമിലെ നൈസിയയിൽ AD 325 കോൺസ്റ്റന്റൈൻ I എന്ന് പറയുന്ന ചക്രവർത്തി, ആലലിയ റോം, അദ്ദേഹം ഒരു ചക്രവർത്തിയായിരുന്നു, ഭരണാധികാരിയായിരുന്നു, ധാരാളം യുദ്ധങ്ങൾ നടത്തി, ധാരാളം കൊലപാതകങ്ങൾ നടത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. പക്ഷെ അദ്ദേഹം അധികാരം പിടിച്ചടക്കിയപ്പോൾ ആ സമയത്ത് ക്രിസ്ത്യാനിറ്റി വലിയ തോതിൽ വളർന്നു വരികയാണ്. വളർന്നു വരുന്ന ഒരു സാഹചര്യത്തിലും പീഡനത്തിലൂടെയാണ് സഭ വളരുന്നത്. സഭയ്ക്കെതിരെയുള്ള എല്ലാ പ്രതിബന്ധങ്ങളുടെ നടുവിലും പീഡനത്തിലൂടെ വളർന്നു വരുന്ന ആ സഭ 3 നൂറ്റാണ്ടുകൾ പിന്നിട്ടപ്പോഴേക്കും ആദ്യ വെളിപ്പാട് ലഭിച്ചവരെല്ലാം മൺമറഞ്ഞു പോയപ്പോൾ ഉപദ്രവം ഹേതുവായി പലരും ഭയപ്പെടുകയും പലരും ഒളിച്ചോടുകയും ഒക്കെ ചെയ്തൊരു കാലഘട്ടത്തിൽ അദ്ദേഹം വളരെ നയരൂപേണ വന്ന് ഉപായത്തോടെ വന്ന് സഭയെ ഹൈജാക്ക് ചെയ്യുക. അദ്ദേഹം പറയാണ്, ഞാനും ക്രിസ്ത്യാനിയാകാൻ പോവുകയാണ്, ഇനി നമുക്ക് ഒരുമിച്ച് ആരാധിക്കാം. അപ്പൊ ഉപദ്രവങ്ങൾക്ക് വഴി വച്ചിരുന്ന ഒരു വ്യക്തി തന്നെ, രാജാധികാരം തന്നെ വന്നിട്ട് സഭയെ കൈപ്പിടിയിൽ ഒതുക്കിയപ്പോൾ ഉപദ്രവം നിമിത്തം ഭയപ്പെട്ടിരിക്കുന്ന അന്നത്തെ ക്രിസ്ത്യാനികൾ, 3-ാമത്തെ നൂറ്റാണ്ടിന്റെ ആദ്യ കാലഘട്ടത്തിലെ ക്രിസ്ത്യാനികളൊക്കെയും എന്ത് വിചാരിച്ചു? രാജാവ്, ചക്രവർത്തി തന്നെ ഈ സഭയിൽ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് പേടിക്കേണ്ടതില്ലല്ലോ. അങ്ങനെ വിവിധ ഉപദേശങ്ങൾ കൊണ്ട് നിറച്ച് ആരളിയ അപ്പോസ്തലനായ പത്രോസ്
പൗലോസ് അപ്പോസ്തലൻ 20-ാം അധ്യായം പ്രവൃത്തിയുള്ള പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രകാരം ആ കൊടിയ ചെന്നായ്ക്കൾ ഇതിനകത്തേക്ക് കടന്നു കയറുകയുണ്ടായി. അങ്ങനെ കടന്നു കയറിയ ഒരു സഭയാണ് അല്ലെങ്കിൽ ആ സഭയുടെ പ്രതിനിധിയാണ് ഒരു വെള്ള കുപ്പായം ഇട്ടുകൊണ്ട് ഒരു വിഗ്രഹത്തിന്റെ മുമ്പിൽ തൂങ്ങിക്കിടക്കുന്ന ഒരു വിഗ്രഹത്തിന്റെ മുമ്പിൽ അതിന്റെ തലയ്ക്കൽ ഒരു വല്യപ്പച്ചനും ഈ തൂങ്ങിക്കിടക്കുന്ന വിഗ്രഹത്തിന്റെ മുമ്പിൽ ഒരു താടിക്കാരൻ തൂങ്ങിക്കിടക്കുന്നുണ്ട്. ആ താടിക്കാരന്റെ വയറ്റത്തൊരു പ്രാവ് അള്ളിപ്പിടിച്ചിരിപ്പുണ്ട്. ഇതാണോ യേശുക്രിസ്തു? യാതൊരു വിഗ്രഹം ഉണ്ടാക്കരുത്, വെക്കരുത്, വണങ്ങരുത് എന്ന് പറഞ്ഞ ദൈവം ആൾറെഡി ആ ദൈവത്തിന്റെ സ്ഥാനത്ത് ഇങ്ങനെയെല്ലാം ഉണ്ടാക്കി വെച്ച് അതിന്റെ മുമ്പിൽ മനുഷ്യരാരും ധരിക്കാത്ത, സാധാരണ ലേമന്മാരും ധരിക്കാത്ത ഒരു കുപ്പായം ഇട്ടുകൊണ്ട് അതിനടുത്ത് ഒരാളെ തല്ലിക്കൊന്ന് ഭിത്തിയെ ചാരി വെച്ചിട്ട് ചുമന്ന ഉടുപ്പ് ഇട്ടിട്ട് പുള്ളിത്തൊപ്പിയുമായിട്ട് ഇരുന്നിട്ട് അവിടെ നിന്ന് ഒരാൾ ഘോരഘോരം പ്രസംഗിക്കുകയാണ്. സഭയ്ക്കാണ് ബൈബിൾ നൽകപ്പെട്ടത്, സഭയ്ക്ക് വേണ്ടിയാണ് ബൈബിൾ എഴുതപ്പെട്ടത്. എത്ര പരിഹാസ്യമായ കാര്യമാണ് എന്ന് നിങ്ങളൊന്ന് സഹോദരന്മാരെ നിങ്ങൾ ഓർത്തുകൊള്ളുക. സഭയിലല്ല ബൈബിൾ ഉണ്ടായത്. കത്തോലിക്ക സഭ ബൈബിളിനെ ക്രോഡീകരിച്ചു എന്നൊരു കാര്യമല്ലാതെ അതിനെ എഴുതി ഉണ്ടാക്കിയത് അവരാണെന്നോ അല്ലെങ്കിൽ അതിന്റെ അവകാശം അവരാണെന്നോ, സഭയ്ക്കുള്ളിൽ അന്നത്തെ സഭാ നേതൃത്വമാണ് ഇന്ന് നമ്മൾ വായിക്കുന്ന വചനങ്ങൾ എഴുതി വെച്ചതെന്നോ ആർക്കും അവകാശപ്പെടാൻ കഴിയുകയില്ല. ഞങ്ങളൊരു കേസ് കൊടുത്താൽ അച്ഛൻ തൂങ്ങും. പക്ഷേ അച്ഛൻ പറയുന്ന പോലെ ഞങ്ങൾ കേസ് കൊടുക്കില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നമുക്ക് അച്ഛൻ പറഞ്ഞ ചില പോയിന്റുകളിലേക്ക് നമുക്ക് കടന്നു പോകാം. അച്ഛന്റെ ചോദ്യം ഇതാണ്: ആരാണ് ഈ വചനം, ഈ 27 പുസ്തകങ്ങൾ വിശ്വാസയോഗ്യമാണ് എന്ന് പ്രസംഗിച്ചത്? ഇതിന്റെ ഓതന്റിസിറ്റി എന്താണ്? ആരാണ് ഇതിന്റെ അതോറിറ്റി? ആരാണ് ഇത് പറഞ്ഞത് ഈ വചനങ്ങളൊക്കെ, ഈ പുസ്തകം വിശ്വാസ്യമാണെന്ന്? ഈ പുസ്തകം വിശ്വാസ്യമാണെന്ന് ആര് പറഞ്ഞു? സഭ പറഞ്ഞു എന്ന് അദ്ദേഹം പറയുന്നത്. സഭ പറഞ്ഞു വചനം വിശ്വാസയോഗ്യമാണ്. ഏത് സഭ പറഞ്ഞു വിശ്വാസയോഗ്യമാണെന്ന്? ആലടിയ നമുക്കൊന്ന് വായിക്കാം. 2 തിമോത്തി 3:16 നമുക്കൊന്ന് വായിക്കാം. 2 തിമോത്തി 3-ാം അധ്യായം അതിന്റെ 3:16. പ്രൈസ് ദി ലോർഡ്. കത്തോലിക്കരുടെ ബൈബിൾ തന്നെയാണ് വായിക്കുന്നത്. വിശുദ്ധ ലിഖിതമെല്ലാം ദൈവനിവേശിതമാണ്. അവ പ്രബോധനത്തിനും ശാസനത്തിനും തെറ്റുതിരുത്തലിനും നീതിയിലുള്ള പരിശീലനത്തിന് ഉപകരിക്കുന്നു. ഇതുവഴി ദൈവഭക്തനായ മനുഷ്യൻ പൂർണ്ണത കൈവരിക്കുകയും എല്ലാ നല്ല പ്രവൃത്തികളും ചെയ്യുന്നതിന് പര്യാപ്തനാവുകയും ചെയ്യുന്നു. അപ്പൊ ദൈവത്തിന്റെ വചനം കത്തോലിക്ക സഭ എഴുതിയതല്ല, അത് ദൈവനിവേശിതമാണ്. എല്ലാ വചനവും ഇൻസ്പയർഡ് ആണ്. എവ്രി വേർഡ് ഇൻ ദ ബൈബിൾ ഈസ് ഇൻസ്പയർഡ് ബൈ ദ ഹോളി സ്പിരിറ്റ് ഓഫ് ഗോഡ്. എങ്ങനെയാണ് ബൈബിൾ പറയുന്നത്? അപ്പൊ പരിശുദ്ധാത്മാവിനാൽ നിവേശിതമായ, പ്രേരിതമായ അല്ലെങ്കിൽ പ്രചോദിതമായ ദൈവത്തിന്റെ വചനം ദൈവത്തിന്റെ മനുഷ്യരാൽ എഴുതപ്പെട്ടതാണ്. അത് എഴുതപ്പെട്ടതിന് ശേഷം അതിന്റെ മാനുസ്ക്രിപ്റ്റുകൾ, കയ്യെഴുത്തു പ്രതികൾ ആരടിയ പിന്നീട് നൂറ്റാണ്ടുകൾക്ക് ശേഷം അവ ക്രോഡീകരിച്ച് അവ കണ്ടെത്തി അവ പബ്ലിഷ് ചെയ്യുവാൻ ദൈവം അവരെ ഉപയോഗിച്ചു എന്നൊരു കാര്യം മാത്രമേ ഉള്ളൂ. ഒരാളെ ആ കാര്യത്തിന് വേണ്ടി ഉപയോഗിച്ചതുകൊണ്ട് അവരതിനു വേണ്ടി പാത്രമാവണമെന്നില്ല. നമുക്കറിയാം, നമ്മുടെ വീട്ടിലൊക്കെ ഇലക്ട്രിസിറ്റി ഉണ്ട്. ഇലക്ട്രിസിറ്റി ഒരു സോഴ്സിൽ നിന്ന് നമ്മുടെ വീട്ടിലേക്ക് വരിക പല ഗാഡ്ജറ്റ്സിലും ഡിവൈസിലും കേബിളിലൂടെയാണ് വരുന്നത്. ഇപ്പൊ ഈ ഇലക്ട്രിസിറ്റി നമ്മൾ ഒരു സ്വിച്ച് ഇട്ട് കഴിയുമ്പോഴേക്കും ഒരു ട്യൂബ് ലൈറ്റോ അല്ലെങ്കിൽ ഒരു ഫാൻ കറങ്ങുകയോ ഒരു AC പ്രവർത്തിക്കുകയോ ചെയ്യുമ്പോൾ നമുക്ക് AC-ക്ക് ക്ലെയിം ചെയ്യാൻ കഴിയോ ഞാനാണ് ഇത് പ്രവർത്തിപ്പിക്കുന്നതെന്ന്? അല്ല, AC-യും അല്ല, ഈ കേബിളും അല്ല. പക്ഷെ എന്താണോ അതിനകത്തോട് ഒഴുകുന്നത് അതാണ് പ്രവർത്തിപ്പിക്കുന്നത്. അത് നിന്ന് പോയി കഴിഞ്ഞാൽ AC നിന്ന് പോകും, ഫാൻ നിന്ന് പോകും, ലൈറ്റ് നിന്ന് പോകും. അപ്പം ഇത് കത്തോലിക്ക സഭ ഇതിനു വേണ്ടി ദൈവം മനുഷ്യരാശിക്ക് വേണ്ടി നിയോഗിച്ച ചാനലാണ്. മാത്രമല്ല, എന്നാൽ അതിന്റെ നന്മ അവർക്ക് നിഷേധിക്കപ്പെടുകയും ചെയ്തു. കാരണം ആ വചനത്തെ അവർ നിരാകരിക്കുകയും വചനത്തിന് വിരോധമായി ചട്ടങ്ങളും പ്രമാണങ്ങളും അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും ബിംബങ്ങളും ബലികളും കാഴ്ചകളും അവതരിപ്പിച്ചുകൊണ്ട് വചനത്തിന്റെ സത്യസന്ധതയും അതിൽ എഴുതപ്പെട്ടിരിക്കുന്ന അതിന്റെ അന്തസത്തയും അവർ ചോർത്തിക്കളഞ്ഞിട്ട് അവർ അതിന്റെ സ്ഥാനത്ത് അനുഷ്ഠാനങ്ങളും കർമ്മങ്ങളും ആചാരങ്ങളും പൗരോഹിത്യവും സ്ഥാപിച്ചപ്പോൾ തന്നെ അവർ അതിന്റെ അവകാശ അധികാരങ്ങളിൽ നിന്ന് പുറത്തായി പോയി. ആമേൻ. എന്ന് പറഞ്ഞാൽ കൈകാര്യ കർത്താവ് എന്നുള്ളതിനപ്പുറമായി യാതൊരു അവകാശവും ഇല്ലാത്തതായി ഈ സഭ മാറിക്കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അപ്പോ അദ്ദേഹം ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. കോൺ ഹേ, ആരാണ് നിങ്ങൾ? ഹൂ ആർ യു? ആരാണ് നിങ്ങൾ? ഈ പുസ്തകം വ്യാഖ്യാനിക്കാൻ ആരാണ് നിങ്ങൾക്ക് അവകാശത്തതെന്ന് എന്ന് അദ്ദേഹം ചോദിക്കുക. കത്തോലിക്കരല്ലാത്ത യാതൊരു സഭയ്ക്കും ദൈവത്തിന്റെ വചനം വ്യാഖ്യാനിക്കാൻ അവകാശമില്ല എന്ന് അദ്ദേഹം പറയാണ്. കോൺ ഹേ, നിങ്ങൾ ആരാണ്? നിങ്ങൾ ഹൂ ആർ യു? ഈ വചനം ഇന്റർപ്രറ്റ് ചെയ്യാൻ നിങ്ങൾ ആരാണ് അധികാരി എന്ന് ചോദിക്കുക. ഈ ചോദ്യം
തിരിച്ച് ഞങ്ങളല്ലേ ചോദിക്കണ്ടേ? ഒരു കാര്യം ഞങ്ങൾക്കറിയാം, നിങ്ങളത് ഇന്റർപ്രറ്റ് ചെയ്യുന്നില്ല. ഞാന് കത്തോലിക്ക സഭയിൽ എന്റെ ജീവിതത്തിന്റെ നല്ല കാലം ചെലവിട്ട ഒരു വ്യക്തിയാണ്. 30 വർഷങ്ങൾ 32 വർഷങ്ങൾ ഞാൻ കത്തോലിക്ക സഭയിൽ ചെലവിട്ടതുകൊണ്ട് എനിക്ക് നന്നായിട്ട് അറിയാം, പ്രത്യേകിച്ച് ധ്യാന മേഖലയിൽ പ്രവർത്തിച്ചതുകൊണ്ടും. നിങ്ങൾക്ക് ഈ പുസ്തകത്തിന്റെ ഒരു ആവശ്യം തന്നെ ഇല്ല. കാരണം ഇത് നിങ്ങൾക്ക് അനേക പുസ്തകങ്ങളിൽ ഒരു ഭാഗം മാത്രം. നിങ്ങളുടെ ആരാധനാക്രമം എന്ന് പറയുന്നത് വിശുദ്ധ കുർബാന എന്ന് നിങ്ങൾ പറയുന്ന ഒരു കാര്യമാണ്. ദാറ്റ് ഇസ് നോട്ട് എ ഹോളി കുർബാന. അപ്പോ ഇവിടെ ഈ പുരോഹിതൻ പറയുകയാണ്, ദൈവവചനം വായിക്കണമെങ്കിൽ, അത് പ്രസംഗിക്കണമെങ്കിൽ പ്രിന്ററുടെ അവകാശം ചോദിച്ചു വാങ്ങണം. കാരണം പ്രിന്ററാണ് ഇതിന്റെ അതോറിറ്റി എന്നാ പറയുന്നത്. കാത്തലിക് ചർച്ച് ഇത് പ്രിന്റ് ചെയ്തപ്പോൾ, ഇന്നത്തെ കോപ്പി പ്രിന്റ് ചെയ്തത് ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ, പ്രൊട്ടസ്റ്റന്റുകാരാണ്. അവര് പ്രിന്റ് ചെയ്ത്, അല്ലെങ്കിൽ അന്നത്തെ കാലത്ത് ലൈബ്രറികളിൽ വെക്കാനെങ്കിലും അല്ലെങ്കിൽ സഭകൾക്ക് കൊടുക്കാനെങ്കിലും വേണ്ടി ഏതാനും കോപ്പികൾ അവർ പ്രിന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പ്രിന്ററുടെ ജോലി മാത്രമേ അവർക്കുള്ളൂ. പ്രിന്റർക്ക് എന്ത് അവകാശം? ഓഥറിന്റെ അവകാശമാണ്. പ്രിന്റർക്ക് അവകാശം പ്രിന്റിംഗ് മാത്രമേ ഉള്ളൂ. ഓഥറാണ് തീരുമാനിക്കുന്നത് ആരാണ് എന്താണ് വ്യാഖ്യാനിക്കേണ്ടത് എന്നുള്ളത്. എന്നിട്ട് അവർ പറയുകയാണ്, കത്തോലിക്ക സഭയാണ് ബൈബിൾ തന്നത്, വ്യാഖ്യാനിക്കണമെങ്കിൽ കത്തോലിക്ക സഭയോട് ചോദിക്കണം, വ്യാഖ്യാനം കത്തോലിക്ക സഭയ്ക്കുള്ളതാണെന്ന്. അവർ വ്യാഖ്യാനിച്ചാൽ എവിടെ ചെല്ലും നമുക്കറിയാം. അവരുടെ വ്യാഖ്യാനങ്ങൾ മുഴുവൻ അവരുടെ സൺഡേ ആരാധനാക്രമങ്ങളിൽ നിശ്ചിതമായി എഴുതപ്പെട്ട 365 ദിവസങ്ങളിലെ 52 ഞായറാഴ്ചകൾക്ക് വേണ്ടി വേദവചനം ലാസറിന്റെ ഉപമയോ അല്ലെങ്കിൽ 10 കൽപ്പനയോ നല്ല ഇടയന്റെ ഉപമയോ അല്ലെങ്കിൽ ധൂർത്തപുത്രന്റെ ഉപമയോ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ മാത്രം എടുത്ത് ആ ടെക്സ്റ്റായിട്ട് ആ പുസ്തകത്തിൽ തന്നെ എഴുതി ചേർത്തിരിക്കുക തന്റെ ആരാധനാക്രമത്തിൽ. ബൈബിൾ പ്രത്യേകമായിട്ട് എടുത്തു വെക്കേണ്ട കാര്യമില്ല. ആ ആരാധനയുടെ മധ്യയിൽ ഒരു 10 മിനിറ്റത്തെ പ്രസംഗത്തിന് വേണ്ടിയിട്ട് ബൈബിളിലെ നല്ല ഇടയൻ അല്ലെങ്കിൽ ലാസറിന്റെ കഥ, അബ്രഹാമിന്റെ മടി, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം ആവശ്യമുള്ള ഒരു സഭയാണ് നമ്മളോട് പറയുന്നത്. ഇത് മുഴുവൻ എഴുതിയത് അവരാണ്, ഇതിന്റെ അവരോട് ചോദിക്കണമെന്ന്. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ പ്രേരണയാൽ ദൈവം എഴുതിച്ചുണ്ടാക്കിയ, ദൈവം തിരഞ്ഞെടുത്ത മനുഷ്യരാൽ എഴുതിച്ചുണ്ടാക്കിയതും കത്തോലിക്ക സഭ നിലവിൽ വരുന്നതിന് മുമ്പ് 3 നൂറ്റാണ്ടുകൾ 2.5 നൂറ്റാണ്ടുകൾക്കപ്പുറം നിലവിലുള്ളതുമായ ഒരു സഭ പ്രസംഗിക്കപ്പെട്ടതും എഴുതപ്പെട്ടതും വ്യാഖ്യാനിക്കപ്പെട്ടതുമായ കാര്യങ്ങളെ ക്രോഡീകരിച്ചിട്ട് പറയുകയാണ്, പുറകെയുള്ള എല്ലാ അവകാശങ്ങളും ഞങ്ങൾക്കുള്ളതാണ്. എത്ര പരിഹാസ്യമായി! എന്നെ കേൾക്കുന്ന ആരെങ്കിലും കത്തോലിക്ക സഹോദരന്മാരെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ചിന്തിക്കണം. ഇനി വേറൊരു കാര്യം പറയാനുള്ളത്, അത് ഞാൻ അടുത്ത ആഴ്ചയിൽ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ ഈ മേനി നടിക്കുന്ന ഈ കത്തോലിക്ക സഭയോടല്ല അച്ഛാ, നിങ്ങൾക്കൊരു ഇരുണ്ട ഭൂതകാലമുണ്ട്. ഒരു മെഡീവിയൽ ടൈം എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്ന ഒരു ഇൻക്വിസിഷൻ പീരീഡ് ഉണ്ട്. കോടാനുകോടി ക്രിസ്ത്യാനികളെയും ഇതര മതസ്ഥരെയും ജൂവിഷിനെയും എല്ലാം നിങ്ങൾ കൊന്നുകളഞ്ഞ ഒരു ചരിത്രമുണ്ട്. സത്യം പറഞ്ഞതിന്റെ പേരിൽ തിളയ്ക്കുന്ന എണ്ണയിലിടുകയും കുതിരകളുടെ കാലിൽ കെട്ടി വലിക്കുകയും ചെങ്ങലകളിൽ ഇടുകയും ഒക്കെയും ഈർച്ചവാളാൽ അറക്കുകയും ചെയ്ത ഒരു ചരിത്രം നിങ്ങൾക്കുണ്ട്. ആ ചരിത്രം നിങ്ങൾ മറന്നു പോകരുത്. ആ ചരിത്രവുമായി ഞാൻ അടുത്ത ആഴ്ച ഈ സമയം ദൈവം അനുവദിച്ചാൽ അടുത്തൊരു വീഡിയോയിലൂടെ നിങ്ങളുടെ അടുക്കിലേക്ക് വരുന്നതായിരിക്കും. അതുകൊണ്ട് ചരിത്ര കാലഘട്ടത്തിൽ നിങ്ങൾ എന്തു ചെയ്തു, നിങ്ങൾ എന്താണ് ചെയ്തത് എന്ന് പറയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഞാനത് ഇന്ന് ചിന്തിക്കുന്നില്ല, അടുത്ത ആഴ്ചത്തേക്ക് ഞാനത് മാറ്റിവെച്ചിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അടുത്തതായി അദ്ദേഹം പറയുന്നത്, ഇവർക്ക് മാത്രമാണ് ഈ സഭയിലുള്ള അവകാശമുള്ളത്, ഈ സഭയിൽ ഉള്ള അതിനൊരു തെളിവായിട്ട് അദ്ദേഹം പറയുകയാണ്, അമേരിക്കയിൽ എവിടെയോ കോൺസെക്രേറ്റീവ് വെച്ചിരുന്ന വേഫർ ഉണ്ടല്ലോ, ഈ ഓസ്തി, അത് യേശുക്രിസ്തു ആണെന്നാണ് അവർ പഠിപ്പിക്കുന്നത്. ആ ഓസ്തി സാത്താൻ ആരാധനക്കാരെ എടുത്തുകൊണ്ട് പോയി അവർ ആരാധന ചെയ്തപ്പോൾ സഭയിലുള്ള ഒരു വ്യക്തി കോടതിയിൽ കേസിന് പോയപ്പോ സ്വാഭാവികമായിട്ടും അച്ഛൻ അവകാശപ്പെടുന്ന പോലെ അവർക്ക് മാത്രം റൈറ്റുള്ള, കോപ്പിറൈറ്റ് അവകാശമുള്ള ഒരു സംഗതിയാണ് ഏത്? ഈ ഓസ്തി, ഈ വേഫർ. അത് എടുത്തുകൊണ്ട് പോയപ്പോൾ അത് കേസ് അവർക്ക് അനുകൂലമായി വിധിക്കുകയും ഇത് ചെയ്തവരെ കുറ്റപ്പെടുത്തുകയും ചെയ്തു. അതുകൊണ്ട് ആ കാര്യം നേരെ ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വന്ന് ബൈബിളിന്റെ കാര്യത്തിലും അപ്ലൈ ചെയ്യാൻ പരിശ്രമിക്കുകയാണ് ഈ ഭോഷനായ മനുഷ്യൻ. ഹല്ലേലൂയ. കത്തോലിക്ക സഭയുടെ പ്രോപ്പർട്ടിയാണ് ഓസ്തി കട്ടെടുത്താൽ അത് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ആക്ടോ അല്ലെങ്കിൽ കോർപ്പറേറ്റ് ആക്ട് പ്രകാരമോ ഒക്കെ കോടതി പോയി അവർക്ക് ജയിക്കാൻ പറ്റും. ബൈബിളിനെ ഏത് കോടതിയിൽ കേട്ട് ജയിക്കാൻ പറ്റും. ആ കോടതിയിൽ ബൈബിളിനെ കുറിച്ച് അറിയാവുന്ന, ചരിത്രം അറിയാവുന്ന ആളുകൾ ഉണ്ടായിരിക്കത്തില്ലേ? അതൊരു ഹിന്ദു ആയിക്കോട്ടെ, മുസ്ലിം ആയിക്കോട്ടെ, ചരിത്രം അറിയാവുന്ന ആളുകൾ ഉണ്ടായിരിക്കില്ലേ? അവർ ഈ സാധനം വരുന്ന വഴിയെ ചവറ്റുകൊട്ടെ വലിച്ചെറിയുകയില്ലേ? എന്തൊരു വിഡിത്തമാണ് ഫാദർ പൂവണ്ണത്തിൽ നിങ്ങൾ സംസാരിച്ചത്. അടുത്തതായി എനിക്ക് ചോദിക്കുവാനുള്ളത്, അച്ഛൻ ഈ പറഞ്ഞതുപോലെ കേസ് കൊടുക്കാൻ ധൈര്യമുണ്ടോ?
കേസ് കൊടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞല്ലോ. ഞങ്ങൾ കേസ് കൊടുത്താൽ നിങ്ങളൊക്കെ അകത്ത് പോകുമെന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കുകയാണ്, അകത്ത് പോകാൻ ഞങ്ങൾ തയ്യാറാണ് അച്ഛാ. അച്ഛനൊന്ന് കേസ് കൊടുത്തു നോക്ക്. ഏത് കോടതിയിൽ വേണം, ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും കൊടുത്തു നോക്കുക അച്ഛാ. അച്ഛന്റെ കേസ് തള്ളിപ്പോകുകയുള്ളൂ. അച്ഛൻ ഉൾപ്പെട്ടിരിക്കുന്ന സഭയും കൂടുതൽ അപഹാസ്യരായി തീരുവാൻ മാത്രമേ അത് ഉപകരിക്കുകയുള്ളൂ എന്നൊക്കെ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുക. ഒരു സിനിമയിലെ ഒരു ഭാഗം ഞാൻ പറയാൻ ആഗ്രഹിക്കുക. കാരണം ഞാൻ പറയാണ്, അച്ഛൻ ഒന്നും അറിയില്ല കാരണം അച്ഛൻ കുട്ടിയാണ്. അച്ഛൻ കുട്ടിയായതുകൊണ്ട് അച്ഛൻ ഒന്നും അറിഞ്ഞുകൂടാ. അച്ഛന്റെ വയസ്സ് എത്രയുണ്ടാകും? 50 വയസ്സിൽ താഴെ ഉണ്ടാവും. അച്ഛന്റെ സഭ ആദ്യത്തെ 4 സുവിശേഷങ്ങളും സങ്കീർത്തനങ്ങളും നിങ്ങളുടെ സഭയല്ലാതെ ഒരു വ്യക്തി എഴുതി ഉണ്ടാക്കിയപ്പോൾ അന്ന് സഭ അത് വായിക്കരുതെന്ന് പറഞ്ഞ്, വിശ്വാസികൾ സഭാമക്കൾ അത് വായിക്കരുതെന്ന് പറഞ്ഞ് നിരോധിച്ച ഒരു കാലം നിങ്ങളുടെ സഭയ്ക്കുണ്ട്. അറിയാമോ? നിങ്ങളൊരു ബൈബിൾ ഉണ്ടാക്കിയതെന്നാണ് 1985. ഞാൻ ഉയർത്തിക്കാട്ടുന്ന ഈ ബൈബിളിന്റെ ആമുഖത്തിൽ പ്രിഫേസിൽ നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങൾ ഒരു ബൈബിൾ ഉണ്ടാക്കിയത് 1985 മലയാളത്തിൽ ഒരു സമ്പൂർണ്ണ ബൈബിൾ കത്തോലിക്ക സഭ ഉണ്ടാക്കിയത് 1985. അപ്പോൾ 1820 കാലഘട്ടങ്ങളിൽ ഇവിടുത്തെ ക്രിസ്ത്യൻ മിഷണറിമാര്, ഹെർമൻ ഗുഡ്രട്ട് തുടങ്ങിയ ആളുകൾ, ഇവിടെ പ്രൊട്ടസ്റ്റന്റുകാർ, ഹിന്ദുക്കളെ പണ്ഡിതന്മാരെ ഇരുത്തിക്കൊണ്ട് ബൈബിൾ എടുത്ത ഒരു ചരിത്രം ഈ ലോകത്തുണ്ട്. ആ ബൈബിളാണ് ഈ ബൈബിൾ, സത്യവേദ പുസ്തകം എന്ന് എഴുതിയിരിക്കുന്ന ബൈബിൾ, ഹോളി ബൈബിൾ. അപ്പോ നിങ്ങളാണ് ഞങ്ങളോട് പറയുന്നത് ബൈബിളിന്റെ കുത്തക അവകാശം. ഒരു ബൈബിൾ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് ഈ പ്രൊട്ടസ്റ്റന്റുകാരുടെ സഹായം ആവശ്യം വന്നില്ലേ? നിങ്ങൾ അവരെ കൂട്ടി ഒരു കമ്മീഷൻ ഉണ്ടാക്കിയില്ലേ? എന്നിട്ട് നിങ്ങളുടെ 7 പുസ്തകം കൂടി അവരുടെ കൂടെ ചേർക്കണമെന്ന് പറഞ്ഞപ്പോഴല്ലേ അവർ ആ കമ്മിറ്റിയിൽ നിന്ന് ഇറങ്ങിപ്പോയതും നിങ്ങളുടെ വിവർത്തനങ്ങൾ നീണ്ടുപോയതും പിന്നെ നിങ്ങളുടെ ആളുകൾ ഇരുന്ന് കുത്തിപ്പിടിച്ചിരുന്ന് ഉണ്ടാക്കി ഈ പുസ്തകം പ്രിന്റ് ചെയ്തപ്പോഴേക്കും ഇന്നേക്ക് എത്ര വർഷം? 22ഉം 5ഉം 27ഉം 37 വർഷമല്ലേ ആയിട്ടുള്ളൂ. നിങ്ങൾ ഈ മേനി പറയുന്ന സഭ 2000 വർഷം പഴക്കമുള്ള ക്രിസ്തീയ സഭയിൽ മലയാളത്തിൽ നിങ്ങളുടെ വിശ്വാസികൾക്ക് വായിക്കാൻ ഒരു ബൈബിൾ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് കേവലം 37 വർഷങ്ങൾക്ക് മുമ്പ് മാത്രമേ കഴിഞ്ഞുള്ളൂ എന്നുള്ള കാര്യം നിങ്ങൾ തലയിൽ മുണ്ടിട്ട് വേണം പറയാൻ. അപ്പോ അത്ര ലജ്ജാകരമായ ഒരു പാരമ്പര്യം നിങ്ങൾക്കുണ്ട്. ആ ബൈബിൾ ആവശ്യമില്ലാത്ത നിങ്ങൾ ആ ബൈബിൾ നേരത്തെ ഉണ്ടാക്കിയവരോട്, നേരത്തെ പ്രിന്റ് ചെയ്ത് പബ്ലിഷ് ചെയ്തവരോട്, നേരത്തെ അത് പ്രസംഗിച്ചു പോരുന്നവരോട് പ്രസംഗിക്കാത്ത നിങ്ങൾ പറയുകയാണ് നിങ്ങൾ അതിന്റെ അവകാശമെന്ന്. എത്രമാത്രം ലജ്ജാകരമായ ഒരു കാര്യമാണ് എന്ന് പറയാതിരിക്കുവാൻ എനിക്ക് കഴിയുകയില്ല. ഓക്കെ, അപ്പോ ഈ ബൈബിൾ പറയുന്നു, ബൈബിൾ ദൈവത്തിന്റെ വചനമാണ്. ബൈബിൾ പറയണ ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അപ്പം ദൈവവചനമാണ്. അത് കത്തോലിക്ക സഭയുടെ ഉൽപ്പന്നമല്ല. കത്തോലിക്ക സഭ പിന്നെ ഉണ്ടായതാണ് ദൈവമാണ് ആദ്യമേ ഉള്ളത്. ദൈവത്തിനാണ് തുടക്കം ഒടുക്കമില്ലാത്തത്. ആ നിത്യനായ ദൈവത്തിന്റെ വചനമാണ് ബൈബിൾ എന്ന് വിശുദ്ധ വേദപുസ്തകം പറയുന്നു. നിങ്ങളുടെ സഭയിൽ ചേരാൻ എന്ത് ചെയ്യണം? നിങ്ങളുടെ സഭയിൽ വന്ന് തളിക്കൽ സ്നാനമേൽക്കണം. അല്ലെങ്കിൽ നിങ്ങളുടെ സഭയിൽ ജനിക്കുന്ന ഒരു കുട്ടി തളിക്കൽ സ്നാനത്തിലൂടെയാണ് നിങ്ങളുടെ സഭാംഗമായി തീരുന്നത്. ഒരു കാലത്ത് ഞാൻ അങ്ങനെ തളിക്കപ്പെട്ടവനാണ്. എന്നാൽ ഞാൻ പറയുകയാണ്, തളിക്കപ്പെട്ടത് കൊണ്ടൊന്നും ദൈവസഭയിൽ അംഗമാകാൻ കഴിയില്ല. ദൈവസഭയിൽ അംഗമാകണമെങ്കിൽ യേശു യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 5-ാം വാക്യത്തിൽ പറയുകയാണ്, ഹല്ലേലൂയ, നിക്കോദെമോസിനോട് പറയുകയാണ്, ആമേൻ ആമേൻ. 5-ാം വാക്യത്തിൽ പറയുന്നു, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. പ്രൈസ് ദി ലോർഡ്. മാംസത്തിൽ ജനിക്കുന്ന മാംസമാണ്, ആത്മാവിലും ജനിക്കുന്നത് ആത്മാവും. ആത്മാക്കളാണ് ആത്മാക്കളുടെ പിതാവായ ദൈവത്തിന്റെ സഭയിൽ ജനിക്കുന്നത്. അവർ വീണ്ടും ജനിക്കുകയാണ് സഭയിൽ. സഭയിലേക്ക് ഒരാൾ വന്നു ചേരുകയല്ല, ക്രിസ്തുവിന്റെ സഭയിൽ ജനിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളോടും എനിക്ക് പറയാനുള്ള ബുദ്ധി ഇതാണ്, നിങ്ങൾ ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയിൽ ജനിക്കണം. അതിനുവേണ്ടി നിങ്ങളുടെ പാപങ്ങൾ നിങ്ങൾ ഏറ്റുപറയണം. നിങ്ങൾ യേശുവിനോട് ഏറ്റുപറയണം. നിങ്ങളുടെ തലയ്ക്കൽ ഇരിക്കുന്ന ഒരു കത്തനാരോട് നല്ല ഏറ്റുപറയുകയല്ല, ഒരു കൂട്ടിൽ വന്ന് ഇരിക്കുന്ന ഒരുവനോട് പുറത്തെ ജാലിക്കുള്ളിൽ നിന്ന് പറയുകയല്ല നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾ ദൈവത്തോട് പറയണം, അപ്പാ ഞാനൊരു പാപിയാണ്, യേശുവേ നീ എന്റെ പാപങ്ങൾക്ക് പരിഹാരമായി മരിച്ചതുകൊണ്ട് ഞാൻ ഇനിമേൽ പാപം ചെയ്യുകയില്ല, അതുകൊണ്ട് ഞാൻ നിന്നെ എന്റെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്നു പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ പാപങ്ങൾക്ക് മാനസാന്തരം വരുത്തിയിട്ട് നിങ്ങൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കുമെങ്കിൽ നിങ്ങൾ സഭയിലേക്ക് ജനിക്കപ്പെടും. ആ സഭയിൽ കർത്താവാണ് നിങ്ങളെ ചേർക്കുന്നത്. കാരണം അപ്പോസ്തലർ 2-ാം അധ്യായം അതിന്റെ 47-ാമത്തെ വാക്യം പറയുന്നു, രക്ഷിക്കപ്പെടുന്നവരെ കർത്താവ് ദിനം പ്രതി തന്റെ സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. അപ്പൊ കർത്താവാണ് തന്റെ ശരീരത്തിലേക്ക് വിശ്വാസികളെ ചേർത്ത് കൊണ്ടുവരുന്നത് എന്ന് ഒരിക്കൽ കൂടി പറയുകയാണ്. അടുത്തതായി എനിക്ക് പറയാനുള്ള ഒരു കാര്യം, നമുക്ക് അവകാശപ്പെടാത്ത മുതലിന്മേൽ നമ്മൾ അവകാശവാദം ഉന്നയിക്കരുത്.
എന്റേതല്ലാത്തൊരു പ്രോപ്പർട്ടി എന്റേതാണ് ഞാൻ അവകാശപ്പെടുമ്പോൾ ഞാൻ ഒരു കള്ളനായി തീരുകയല്ലേ? കത്തോലിക്ക സഭയ്ക്ക് ദൈവവചനത്തെ അവകാശമാക്കാൻ എന്ത് യോഗ്യതയാണുള്ളത് അച്ഛൻ? അച്ഛന്റെ സഭ ഇത് എഴുതി ഉണ്ടാക്കിയതാണോ? അച്ഛന് പറയാൻ കഴിയുമോ? അച്ഛൻ ഈ പുസ്തകങ്ങളെല്ലാം മാറ്റിവെച്ചിട്ട് ഒരു ഇംഗ്ലീഷ് വേർഷൻ ബൈബിളിലേക്ക് പോയിട്ട് അത് തലക്കെട്ടിൽ ഒരു 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 എന്താ ഒരു സമ്മറി കൊടുത്തിട്ടുണ്ട് ആ ബൈബിളിനെ കുറിച്ച്, ഓഥറിനെ കുറിച്ച്, എഴുതപ്പെട്ട കാലഘട്ടങ്ങളെ കുറിച്ച്, ആർക്ക് വേണ്ടി ആരോട് എഴുതിയെന്നും അതിലെ പശ്ചാത്തലം എന്താണെന്ന് കോണ്ടെക്സ്റ്റ് എല്ലാം വിവരിക്കപ്പെട്ടിട്ടുണ്ട്. അതൊന്ന് പോയി അച്ഛൻ വായിച്ചിരുന്നെങ്കിൽ അച്ഛൻ ഈ വിഡ്ഢിത്തം പറയാനായിട്ട് ഇത്ര ധൈര്യമായിട്ട് മുന്നോട്ട് വരുമായിരുന്നു. അതുകൊണ്ട് അച്ഛനോട് എനിക്ക് പറയാനുള്ളത്, ബൈബിൾ പഠിക്കുമ്പോൾ ആധികാരികമായിട്ട് പഠിക്കണം. എവിടെയെങ്കിലും കേട്ടത് കൊണ്ട് പഠിക്കരുത്. ഞങ്ങളോടാണല്ലോ അച്ഛൻ പറഞ്ഞത് ബൈബിൾ പഠിക്കണം, ചോദിക്കണം, അവരോട് ചോദിക്കാതെ ചെയ്യണം. അപ്പൊ ഞങ്ങൾ പറയുകയാണ് അച്ഛൻ, ബൈബിൾ എല്ലാ പുസ്തകങ്ങളുടെ തലക്കെട്ടിലും ആ പുസ്തകം എഴുതിയത് ആരാണെന്നും, ആർക്ക് വേണ്ടി എഴുതിയാണെന്നും, ഏത് കാലഘട്ടത്തിൽ എഴുതിയാണെന്നും, ഏത് സാഹചര്യത്തിൽ എഴുതിയാണെന്നും, അതിന്റെ കണ്ടന്റ് എന്താണെന്നും, അതിന്റെ കോണ്ടക്സ്റ്റ് എന്താണെന്നും വ്യക്തമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് അത് വായിച്ചിട്ട് ഇനിയെങ്കിലും വേറൊരു ദേവാലയത്തിൽ ഞങ്ങൾ ആരും കണ്ടില്ലെങ്കിലും കേട്ടില്ലെങ്കിലും ഈ കള്ളം പറയാനായിട്ട് അച്ഛൻ പുറപ്പെടരുത് എന്ന് എനിക്ക് ഒരു അപേക്ഷയുണ്ട്. സോ അതുകൊണ്ട് ഞാൻ ഒന്നാമത്തെ ക്ലിപ്പ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. രണ്ടാമത്തെ ക്ലിപ്പിനായി ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമുക്ക് ഈ അടുത്ത ചിന്തയെ ഞാൻ ഏൽപ്പിക്കുകയാണ്. രണ്ടാമത്തെ ക്ലിപ്പ് കേൾക്കുവാൻ വേണ്ടി നമുക്ക് അച്ഛനെ ശ്രമിക്കാം. ഇന്ന് കേരളത്തിൽ ആരെങ്കിലും കേസ് കൊടുത്താൽ പല ആളുകളും ജയിലിലാവാൻ ഇത് മതി. കാരണം എന്താണ്? അതായത് സഭയിൽ നിന്ന് കിട്ടിയ ഒരു പുസ്തകം, നമ്മുടെ മാന്യത കൊണ്ടാണ് നമ്മൾ കേസ് കൊടുക്കാത്തത്. കാരണം കർത്താവ് അങ്ങനെ കേസ് കൊടുക്കരുതെന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ടാണ് നമ്മൾ കേസ്, ശരിക്കും പറഞ്ഞാൽ ഇത് കേസ് കൊടുക്കേണ്ട വിഷയമാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, എവിടുന്നെങ്കിലും ഒരാൾ, നമ്മൾ ആരെയും ദുഷിക്കുകയല്ല, മറിച്ച് ഇതിനകത്തെ ഒരു കോമഡി നമ്മൾ മനസ്സിലാക്കണം. എവിടുന്നെങ്കിലും ഒരാൾ ഇന്നൊരു പുസ്തകം എടുത്തിട്ട് എനിക്ക് ഇങ്ങനെയാണ് തോന്നുന്നത്, നോ നോ നോ, യു ഡോണ്ട് ഹാവ് എനി അതോറിറ്റി ടു ഇന്റർപ്രറ്റ് ദിസ് വേഴ്സ് ഇൻ യുവർ വിംസ് ആൻഡ് ഫാൻസി. അങ്ങനെ അനുവാദം ഇല്ല നിനക്ക്. പിന്നെ മറിച്ച് നീ ചോദിക്കണം, കഴിഞ്ഞ 2000 വർഷമായിട്ട് എങ്ങനെയാണ് സഭ ഇതിനെ വ്യാഖ്യാനിച്ചത്. ഇതാണ് അതിനകത്തെ അടിസ്ഥാനപരമായ ഒരു പ്രശ്നം. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ സഭ എങ്ങനെയാണ് ഇതിനെ പ്രബോധിപ്പിച്ചതെന്ന് മനസ്സിലാക്കേണ്ടത്. രണ്ടാമത്തേത്, ഈ സോളാ സ്ക്രിപ്റ്റൂറ എന്ന് പറയുന്ന വാദം, അതിൽ തന്നെ ഒരു വൈരുദ്ധ്യമാണ്. അതെങ്ങനെയാണ്? അതെന്നെ ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ബൈബിൾ ഒള്ളി, ബൈബിൾ മാത്രം എന്ന് പറയുന്ന വാദം, അതിൽ തന്നെ ഒരു കോൺട്രഡിക്ഷനാണ്. അത് സെൽഫ് റെഫ്യൂട്ടിംഗ് ആണ്, അത് സെൽഫ് ഡിസീവിംഗ് ആണ് ആർഗ്യുമെന്റ്. എന്തുകൊണ്ടാണത്? ഉദാഹരണത്തിന്, ബൈബിളിൽ പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ ഞങ്ങൾ അംഗീകരിക്കൂ എന്നൊരാൾ പറയുന്നു വിചാരിക്കുക, ഒരു വാദം. ബൈബിളിലുണ്ടോ മറിയത്തെ ദൈവമാതാവെന്ന് വിളിക്കാൻ ബൈബിളിൽ വാക്യമുണ്ടോ? അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പ്രാക്ടീസ്, സഭയിലുള്ള എന്തെങ്കിലും പൗരോഹിത്യം, വാക്യം എക്സ്പ്ലിസിറ്റായി വാക്യം കാണിക്കണം. ആശയങ്ങൾ പറഞ്ഞാൽ പോരാ, കൃത്യമായിട്ട് വാക്യം കാണിക്കണം. അങ്ങനെ ഒരു ആശയം പറഞ്ഞാൽ, നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, ബൈബിൾ പറയുന്നത് മാത്രമേ ഞങ്ങൾ വിശ്വസിക്കൂ, ബൈബിളിന് പുറത്തൊന്നും പറയാൻ പാടില്ല. അങ്ങനെയാണല്ലോ. അങ്ങനെയാണെങ്കിൽ ചോദ്യം ഇതാണ്, ബൈബിൾ പറയുന്നത് മാത്രമേ ഞങ്ങൾ അംഗീകരിക്കൂ എന്ന് പറയുന്നവർ ഈ ബൈബിൾ കിട്ടുന്നതിന് ഒരു എക്സ്ട്രാ സോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുകയാണ്. നിങ്ങളിത് വളരെ ശ്രദ്ധിക്കണം. അതായത് ഞാൻ പറയുകയാണ്, ഈ പുസ്തകം പറയുന്നത് പോലെ ഞാൻ ചെയ്യൂ, എനിക്ക് ഈ പുസ്തകത്തിൽ പറയുന്ന പോലെ ചെയ്യാൻ പറ്റും, ഈ പുസ്തകത്തിന് വിരുദ്ധമായിട്ട് എന്ത് കണ്ടാലും ഞാൻ വിമർശിക്കും. ചോദ്യം ഇതാണ്, ഈ പുസ്തകത്തിൽ പറയുന്നതാണ് സത്യമെന്ന് നിന്നോട് ആര് പറഞ്ഞു? അത് AD 393 സഭ ഹിപ്പോയിലെ സൂനകദോസിൽ പറഞ്ഞു. സോ നീ പ്രമാണമായി കരുതുന്ന ഒരു കാര്യം പ്രമാണമായി കരുതാൻ നീ സഭയുടെ ട്രഡീഷനെ ഡിപ്പെൻഡ് ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞ ആർഗ്യുമെന്റ് മനസ്സിലാവുന്നുണ്ടോ? അതായത് ഈ പുസ്തകം, ഞാൻ പറയുകയാണ്, ഈ പുസ്തകം വായിക്കൂ, ഈ പുസ്തകം വായിച്ച് എല്ലാവരും പ്രബുദ്ധരാകൂ, ഈ പുസ്തകം വായിച്ചിട്ട് ഈ പുസ്തകത്തിൽ പറയുന്നത് മാത്രമേ ചെയ്യാവൂ എന്ന് പറയുമ്പോൾ ഞാൻ പറയുകയാണ്, ഈ പുസ്തകമാണ് പ്രമാണം, ഈ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത് മാത്രമാണ് സത്യം. ചോദ്യം ഇതാണ്, ഈ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്, ഇത് വിശ്വസനീയമാണെന്നും ഇത് വായിക്കാമെന്നും ഇത് പഠിക്കാമെന്നും ഇത് പ്രാർത്ഥിക്കാമെന്നും ആര് നിന്നോട് പറഞ്ഞു? അപ്പോൾ പറയാണ് 393 സഭ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ പുസ്തകത്തിന് വേണ്ടി പോലും നീ സഭയെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ പുസ്തകം മാത്രമല്ല പ്രമാണം, സഭ പറയുന്നത് കൂടി പ്രമാണമാണെന്ന് സോളാ സ്ക്രിപ്റ്റൂറ പറയുന്ന ആള് ആ പറച്ചിലിൽ അതിനാൽ തന്നെ അംഗീകരിക്കുകയാണ്.
ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഒന്നുകൂടെ പറയാം, പലർക്കും മനസ്സിലായിട്ടില്ല. ഞാൻ ഒന്നുകൂടെ പറയാം. എന്തെന്നറിയാമോ? ഇപ്പൊ ഞാൻ പറയുകയാണ്, ഞാൻ ഇത് ബൈബിൾ ആണെന്ന് വിചാരിച്ചു, അല്ലെ ഞാൻ ബൈബിൾ പറയുന്നത് മാത്രമേ അംഗീകരിക്കൂ. ബൈബിൾ നിങ്ങൾക്ക് പറയൂ, നിങ്ങൾ വിശുദ്ധന്മാരോട് മധ്യസ്ഥ അപേക്ഷിക്കുന്നതിന് ബൈബിൾ വാക്യം കാണിക്കൂ. വെരി ഗുഡ്, വാക്യമൊക്കെ കാണിക്കാം. ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഈ ബൈബിളിൽ പറയുന്ന മാത്രമേ സത്യമായിട്ട് അംഗീകരിക്കൂ, അല്ലേ? അല്ലേ? അതിനർത്ഥം എന്താണ്? നിങ്ങൾ ഈ ബൈബിൾ പറയുന്നതാണ് സത്യം എന്നാണ് നിങ്ങൾ അംഗീകരിക്കുന്നത്. ഈ ബൈബിളാണ് സത്യം. ചോദ്യം ഇതാണ്, ഈ ബൈബിളാണ് സത്യമെന്ന്, ഈ ബൈബിളിനെ ട്രസ്റ്റ് ചെയ്യാമെന്ന് നിങ്ങളോട് ആര് പറഞ്ഞു? നിങ്ങൾ ആരെ പറഞ്ഞേ? ഇതാണ്, ഈ 27 പുസ്തകമാണ് ദൈവനിവേശിതം. ആര് പറഞ്ഞു? ബൈബിൾ പറഞ്ഞോ? ബൈബിളിനകത്തു നിന്ന് ഒരു സിംഗിൾ വാക്യം കാണിക്കാമോ? ഈ 27 പുസ്തകങ്ങളാണ് ക്രിസ്ത്യാനിയുടെ ബൈബിൾ എന്ന് ഈ 27 പുസ്തകങ്ങളിനകത്ത് നിന്ന് ഒരു സിംഗിൾ വാക്യം കാണിക്കാമോ? കാണിക്കാമോ? കാണിക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഈ പുസ്തകത്തെ വിശ്വസിക്കാമെന്ന് ആര് പറഞ്ഞു? ചർച്ച് പറഞ്ഞു, സഭ പറഞ്ഞു. മനസ്സിലായോ? ഈ പുസ്തകത്തെ വിശ്വസിക്കാമെന്ന് ആര് പറഞ്ഞു? സഭ പറഞ്ഞു. സഭ എന്നിട്ട് പറയാണ്, ഈ പുസ്തകത്തെ വിശ്വസിക്കാമെന്ന് സഭ പറഞ്ഞിട്ട് ആ സഭ പറഞ്ഞ അനുസരിച്ച് ഈ പുസ്തകം എടുത്തു വെച്ചിട്ട് സഭയെ തന്തയ്ക്ക് വിളിക്കാൻ. ഇതാണ് അതിനകത്തെ പ്രശ്നം. പ്രൈസ് ദി ലോർഡ്. സോ നമുക്കറിയാം, ഈ ബൈബിളിൽ അല്ലെങ്കിൽ ഈ കത്തോലിക്ക സഭയിൽ ബൈബിൾ വിരുദ്ധമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. അച്ഛൻ ചോദിക്കുകയാണ്, സഭയിൽ ബൈബിൾ മാത്രം മതിയോ? സ്കോളാ സ്ക്രിപ്ചൂറ അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനം മാത്രം എന്ന് പറയാൻ ഇവർക്ക് ആർക്കാണ് അവകാശം തന്നത്? സഭയാണ് തീരുമാനിക്കുന്നത് സഭയ്ക്ക് എന്തൊക്കെയാണ് ആവശ്യമെന്ന്. അപ്പോ ചോദിക്കുകയാണ്, ബൈബിൾ ദൈവമാതാവുണ്ടോ? ബൈബിൾ പൗരോഹിത്യമുണ്ടോ? അവരുടെ സഭയ്ക്ക് അവരുടെ സ്വാതന്ത്ര്യമുണ്ട്. അവരുടെ സഭയ്ക്ക് ബൈബിൾ വേണ്ടെന്ന് വെക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അവരുടെ സഭയ്ക്ക് അവർ ആരെങ്കിലും അവർക്ക് പിടിച്ച് ഒരു ആരാധ്യ പുരുഷനാക്കി മാറ്റുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അവരുടെ സഭയ്ക്ക് വിഗ്രഹങ്ങളെ സേവിക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. കാരണം അത് സ്വർഗത്തിലേക്ക് പോകാനുള്ള ആളുകളെ കയറ്റി പോകുന്ന വണ്ടിയല്ല, അത് നരകത്തിലേക്ക് പോകുന്ന ആളുടെ കുരുടന്മാരെ നയിക്കുന്ന കുരുടന്മാരുടെ ബസ്സാണ്. ആ ബസ്സിലേക്ക് കയറുന്നവനൊക്കെ നരകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് അച്ഛനോട് ഞാൻ ചോദിക്കുകയാണ്, അച്ഛൻ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ദൈവ മാതാവ് എന്ന് ബൈബിളിൽ അച്ഛൻ എവിടെയെങ്കിലും ഒന്ന് കാണിച്ചു തരാൻ കഴിയുമോ? നിങ്ങളുടെ ഏറ്റവും വലിയ ഒരു ഇതാണല്ലോ, യേശു ക്രിസ്തുവിനേക്കാൾ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്ന ഒരു വ്യക്തിയാണല്ലോ മറിയം. മറിയത്തെ ഞങ്ങൾ ബഹുമാനിക്കുന്നു, സ്നേഹിക്കുന്നു. കാരണം മറിയം ഞങ്ങൾക്ക് സഹോദരിയാണ്. ഹല്ലേലൂയ. മറിയം യേശുവിന്റെ അമ്മയാണ്, ദൈവത്തിന്റെ അമ്മയല്ല. ആമേൻ. ആ യേശുവിൻ തന്റെ അമ്മയും സഹോദരങ്ങളും വന്നു നിൽക്കുന്നെന്ന് യേശു പുൽപ്പറ്റിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ നമ്മളെ പ്രസംഗമാർക്ക് ഒരു കുറിപ്പ് കൊടുക്കുന്ന പോലെ ആരോ കൊണ്ട് കുറിപ്പ് കൊടുത്തു, നിന്റെ അമ്മയും സഹോദരങ്ങളും വന്നിരിക്കുന്നു. യേശു ചോദിക്കണം, ആരാണ് എന്റെ അമ്മയും സഹോദരങ്ങളും? ദൈവത്തിന്റെ വചനം കേട്ട് അതിനെ അനുസരിക്കുന്നവരാണ് എന്റെ അമ്മയും സഹോദരങ്ങളും എന്ന്. അപ്പോ യേശുവിന് അറിയാമായിരുന്നു യേശു ആരുടെയ ഈ ഭൂമിയിൽ ഏതെങ്കിലും ഒരു സാധാരണ മനുഷ്യൻ പോലെ ജനിച്ചു വന്നവനല്ല. അതുകൊണ്ടാണ് ആ കാനാവിലെ കല്യാണത്തിന്റെ ദിവസം ആ വീട്ടിന്റെ അപമാന ഭാരം മാറ്റുവാൻ ദൈവമാണ് തന്റെ മകനെന്ന് അറിയാവുന്ന ആ അമ്മ പറഞ്ഞത്, ആ മകനെ ഇവർക്ക് വീഞ്ഞില്ല. അപ്പോ എനിക്കും നിനക്കും എന്ത്, നമുക്കെന്താണ് കാര്യം, നമ്മുടെ കാര്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ പറയാണ്, അവൻ പറയുന്നത് എന്താണോ അത് ചെയ്യുവൻ എന്ന് പറയുകയും യേശു കാനാവിൽ ഒരു അത്ഭുതം പ്രവർത്തിക്കുകയും ചെയ്ത് നമ്മൾ കാണുന്നത്. അപ്പോ അവിടെ എല്ലാം യേശുവിനെ അറിയാവുന്ന, യേശു ആരാന്നറിയാവുന്ന ഒരു നല്ല അമ്മയാണ് ഈ വിശുദ്ധ മറിയം. അവൾ ആരാധിക്കപ്പെടേണ്ടവളല്ല, മറിച്ച് അവൾ ബഹുമാനിക്കപ്പെടേണ്ടവളാണ്. ഞങ്ങൾ അവളെ വിശുദ്ധ മറിയത്തെ താഴ്ത്തിക്കെട്ടുവാനോ മുട്ടത്തോടെന്ന് പറയുവാനോ അല്ലെങ്കിൽ അവൾക്ക് ലഭിച്ചിരിക്കുന്ന ഒരു എന്താ പറയാ ദൈവത്തിൽ നിന്ന് ലഭിച്ചൊരു കൃപയെ തള്ളിക്കളയുവാനോ ഞങ്ങൾ തയ്യാറല്ല. അത് വലിയൊരു കൃപ ദൈവം കൊടുത്തതാണ്. അതേ കൃപയാണ് ഇന്ന് വീണ്ടും ജനിക്കുന്ന മാനസാന്തരപ്പെടുന്ന ഓരോരുത്തർക്കും ദൈവം കൊടുക്കുന്നത് എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുക. അപ്പോ ദൈവത്തിനൊരു മാതാവ് ഉണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോ ആ മാതാവല്ലേ ദൈവത്തെക്കാളും വലുത്? ആദ്യ മാതാവാണല്ലോ ഉണ്ടാകുന്നത്. അപ്പൊ ആ മാതാവ് എവിടെ നിന്നുണ്ടായി? ബൈബിൾ പറയുന്നത് ദൈവം ആദ്യന് ബന്ധിനും ഒന്നാമത്തിന് ഒടുക്കുന്നവനും ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമാകുന്നു. ബൈബിൾ പറയാണ് ഉൽപ്പത്തി ഒന്നിന്റെ പിന്നിൽ ദൈവം മാത്രമേ ഉള്ളൂ. അവിടെ വെച്ച് ദൈവം ഞാനല്ലാതെ മറ്റൊരുത്തനുമില്ല, ഞാൻ ഒരുത്തനെയും അറിയുന്നില്ലെന്ന് പറയുന്നത്. ദൈവത്തിന് ഒരുത്തിയെയും അറിയുന്നില്ലെന്ന് നമ്മൾ പറയണം. ആമേൻ. അപ്പോ എങ്ങനെ ദൈവത്തിന് ഒരു അമ്മയുണ്ടാകും? അപ്പൊ ബൈബിളിൽ ഇല്ലാത്ത അനാദിയായി ശാശ്വതമായി ദൈവമായി നിൽക്കുന്ന ഏക ദൈവത്തിന് ഒരു അമ്മയെ നിങ്ങൾ സ്ഥാപിച്ചുണ്ടാക്കിയിട്ട് നിങ്ങൾ അനേക പള്ളികളും വിഗ്രഹങ്ങളും സ്ഥാപിച്ച് അവിടെയെല്ലാം പിരിവെടുക്കുകയല്ലേ ഈ പാവപ്പെട്ട സ്ത്രീയുടെ ഫോട്ടോ വെച്ചിട്ട്?
അങ്ങനെ ഒരു ഫോട്ടോ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. അതൊക്കെ ബാബിലോണിൽ നിന്ന് വന്ന ഉപദേശമാണ്. നിമ്രോദിന്റെ ഭാര്യ ഹെമിറാമിസും അതുപോലെ അവളുടെ മകനായ തമ്മൂസിനെയുമാണ് നിങ്ങൾ പിതാവായും എന്താ പറയുക മറിയത്തെയും ഭർത്താവായിട്ട് നിമ്രോദിനെയും സ്ഥാനത്ത് വെച്ചുകൊണ്ട് നിങ്ങൾ ആരാധിക്കുന്നത്. അവിടെ ജനിച്ച അവരുടെ കുഞ്ഞിനെയാണ് നിങ്ങൾ ഇൻഫന്റ് ജീസസ് എന്ന് പറഞ്ഞ് ആരാധിക്കുന്നത്. അങ്ങനെ ഒരു ചരിത്രമില്ല ബൈബിളിൽ. അപ്പോ ഈ ബാബിലോണിയ ഉപദേശം നിങ്ങൾ കടം കൊണ്ടുവന്നത്, നിങ്ങളുടെ സഭയിൽ അനുവർത്തിച്ചു വന്നത്, വചനത്തിന്റെ വെളിച്ചം കിട്ടിയോ നിങ്ങളുടെ സഭയിൽ നിന്ന് പുറത്തേക്ക് പോയി തുടങ്ങിയപ്പോഴല്ലേ നിങ്ങൾക്ക് ഹാലിളകി ഇത്തരത്തിലൊക്കെയുള്ള കാര്യങ്ങൾ മറ്റുള്ളവരെ പരിഹസിക്കാനും ചീത്ത വിളിക്കാനും ഒക്കെ വേണ്ടി ഈ കാര്യങ്ങൾ നിങ്ങൾ ഉപയോഗിക്കാനായിട്ട് തയ്യാറായത്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അച്ഛ പൗരോഹിത്യം എവിടെയാണ്? അച്ഛ ചോദിക്കുന്നല്ലോ, വചനം ഞാൻ കാണിച്ചു തരാം. എഫെസ്യ ലേഖനം അതിന്റെ 4-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യത്തിൽ നമുക്കൊന്ന് വായിക്കാം. എഫെസ്യർ 4-ാം അധ്യായം അതിന്റെ 11-ാം വാക്യം. അവൻ ചിലർക്ക് അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും സുവിശേഷ പ്രഘോഷകന്മാരും ഇടയന്മാരും പ്രബോധകന്മാരും ആകുവാൻ മറ്റും വരം നൽകി. ഇത് വിശുദ്ധന്മാരെ പരിപൂർണരാക്കുന്നതിനും ശുശ്രൂഷയുടെ ജോലി ചെയ്യുന്നതിനും ക്രിസ്തുവിന്റെ ശരീരത്തെ പണിതുയർത്തുന്നതിനും വേണ്ടിയാണ്. ആമേൻ. അപ്പോ സഭയിൽ ഇവിടെ പറയുന്നത് പുരോഹിതൻ എന്നവിടെ എഴുതി വെച്ചിട്ടില്ല. ആ 5 മിനിസ്ട്രി, 5-fold മിനിസ്ട്രി. ഈ 5-fold മിനിസ്ട്രിയിൽ ഒരു സ്ഥലത്തും പുരോഹിതനെ കുറിച്ച് പരാമർശമില്ല. അവിടെ ഇടയൻ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ഇടയൻ എന്ന വാക്കിന്റെ എക്സാക്ട് ട്രാൻസ്ലേഷൻ ഇംഗ്ലീഷിൽ പാസ്റ്റർ എന്നാണ്. ഇംഗ്ലീഷും കൂടെ നമുക്ക് വായിക്കാം. ആൻഡ് ഹി ഗേവ് സം അപ്പോസ്റ്റൽസ് ആൻഡ് സം പ്രോഫറ്റ്സ് ആൻഡ് സം ഇവാഞ്ചലിസ്റ്റ് ആൻഡ് സം പാസ്റ്റേഴ്സ് ആൻഡ് ടീച്ചേഴ്സ് ഫോർ ദ പെർഫെക്റ്റിംഗ് ഓഫ് ദ സെയിൻസ്, ഫോർ ദ വർക്ക് ഓഫ് ദ മിനിസ്ട്രി, ഫോർ ദ എഡിഫൈയിങ് ഓഫ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിന്റെ ശരീരത്തെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി ദൈവം തന്റെ സഭയിൽ ചിലരെ അപ്പോസ്തലന്മാരായി, ചിലരെ പ്രവാചകന്മാരായി, ചിലരെ സുവിശേഷകന്മാരായി, ചിലരെ അധ്യാപകരായി, ചിലരെ പാസ്റ്റർമാരായി തെരഞ്ഞെടുത്തു. അച്ഛാ, ഈ സ്ഥലത്ത് എവിടെയും പുരോഹിതനില്ല. മാത്രമല്ല, ഒരു പ്രത്യേക വസ്ത്രധാരണ രീതിയൊന്നും ദൈവസഭയിൽ ഉണ്ടായിരുന്നില്ല. നിങ്ങൾ പറയുന്ന നിങ്ങളുടെ പോപ്പന്മാർക്കൊക്കെ സ്ഥാന ചിഹ്നങ്ങളും സ്ഥാന വസ്ത്രങ്ങളും അംശവടിയും അതിൽ സ്വർണവും പാമ്പും ഒക്കെ ഉണ്ടല്ലോ. നിങ്ങൾ അവകാശപ്പെടുന്ന ആദ്യത്തെ പോപ്പ് ഉണ്ടല്ലോ, നിങ്ങൾ പറയുമല്ലോ ആദ്യത്തെ പോപ്പ് പത്രോസാണ് എന്ന് പറയില്ലേ. ഒരു പുതപ്പ് മാത്രം പുതച്ച് നടന്ന ഒരു മുക്കുവനായ മനുഷ്യനാണ് നിങ്ങൾ അവകാശപ്പെടുന്ന ഈ പോപ്പ്. അദ്ദേഹം പോപ്പായിരുന്നില്ല മിസ്റ്റർ, അദ്ദേഹം പോപ്പായിരുന്നില്ല. അദ്ദേഹം ആദ്യത്തെ സഭ സ്ഥാപിക്കുവാൻ വേണ്ടി ദൈവം തെരഞ്ഞെടുത്തൊരു പാത്രമാണ് അദ്ദേഹം. അദ്ദേഹത്തോടെ പറഞ്ഞ സ്വർഗരാജ്യത്തിന്റെ താക്കോലുകൾ ഞാൻ നിനക്ക് തരുന്നു, സ്വർഗരാജ്യത്തിന്റെ താക്കോലുകൾ ഞാൻ നിനക്ക് തരുന്നു. നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിലൊക്കെയും അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിലും അഴിഞ്ഞിരിക്കും. അപ്പോൾ അപ്പോസ്തലനായ പത്രോസ് ആ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ അവൻ ആ താക്കോലുകൾ എടുത്ത് ഉപയോഗിച്ചു. ആ താക്കോലുകളാണ് മാനസാന്തരവും പാപമോചനവും സ്നാനവും എന്നുള്ളത്. ആ താക്കോല് വഴിയാണ് ഒരാൾക്ക് സ്വർഗരാജ്യത്തിൽ പോകുവാൻ കഴിയുന്നത്. അല്ലാതെ നിങ്ങളുടെ ഉപദേശം പിടിച്ചുകൊണ്ട് നരക കുഴിയിലേക്കല്ലാതെ, ഒരിക്കലും കരകയറാൻ കഴിയാത്ത കുഴിയിലേക്കല്ലാതെ പോകുവാൻ കഴിയത്തില്ല. ബൈബിൾ പറയുന്നവരെ നിങ്ങൾ അന്ധന്മാരെ നയിക്കുന്ന അന്ധന്മാരാണ്. യേശു പറഞ്ഞു, നിങ്ങൾ ഇരുവരും കുഴിയിൽ വീഴും. അതുകൊണ്ട് ഈ കുഴിയിലേക്ക് ആളുകളെ കൊണ്ടുപോകുന്ന ശുശ്രൂഷ അച്ഛൻ നിർത്തിയിട്ട് അച്ഛൻ മാനസാന്തരപ്പെടണം. അതൊരു കുറച്ചിലല്ല. അച്ഛന്റെ ഈ സഭയിൽ കിടന്ന് അച്ഛൻ നശിക്കുന്നതിനേക്കാൾ നല്ലത് അച്ഛനൊന്ന് പുറത്തു വന്ന് കഴിയുമ്പോഴേക്കും ആളുകൾ ചിന്തിക്കും, എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഞങ്ങളെ പ്രബോധിപ്പിച്ച് ഈ മനുഷ്യൻ സത്യം പറയാനായിട്ട് നിൽക്കുന്നത്? ഇതിലെന്തോ കാര്യമുണ്ടല്ലോ. പൗലോസ് ചെയ്ത പോലെ തന്നെ പൗൽ ആയിരുന്ന കാലത്ത് അവൻ ചെയ്ത കഠോര പീഡനങ്ങൾ സഭയെ ഉപദ്രവിച്ചവൻ പിന്നീട് സഭയെ പ്രസംഗിക്കുന്നത് കേട്ടപ്പോൾ അനേകർക്ക് ഉത്സാഹവും സന്തോഷം ഉണ്ടായതുപോലെ അനേകരുടെ രക്ഷയ്ക്ക് അച്ഛന്റെ മാനസാന്തരം കാരണമാകട്ടെ. ചില വാക്കുകൾ പരുഷമായി എനിക്ക് സംസാരിക്കേണ്ടി വന്നിട്ടുണ്ട്. കാരണം ഇത് തീയുടെ ശുശ്രൂഷയായതുകൊണ്ട് സത്യം പറയേണ്ട കാര്യം വരുമ്പോൾ കുറച്ച് ഗൗരവമുള്ള ഭാഷയിൽ സംസാരിക്കേണ്ടി വന്നത് ഓർത്ത് ഞാൻ ഖേദിക്കുന്നു. കാരണം ദൈവത്തിന്റെ വചനത്തിൽ അവയെല്ലാം ശക്തമായി എഴുതപ്പെട്ടിട്ടുണ്ട്, രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ സത്യങ്ങളെ മറികടന്നു പോകുവാൻ ഞങ്ങൾക്ക് കഴിയുകയില്ല. AD 400 ആൾറെഡി നിങ്ങളുടെ അന്നത്തെ പിതാക്കന്മാരാൽ ദൈവം ക്രോഡീകരിച്ച് ഉണ്ടാക്കിയ ബൈബിൾ ആൾറെഡി നിങ്ങളുടെ സ്വത്താണെന്ന് ഇനിമേൽ നിങ്ങൾ അവകാശപ്പെടാൻ പോകരുത് എന്ന് വിനീതമായ ഒരു അഭ്യർത്ഥന എനിക്കുണ്ട്. നിങ്ങൾ ഒരിക്കലും അങ്ങനെ അവകാശപ്പെട്ടുകൊണ്ട് നിങ്ങൾ എളിഭരായി തീരുവാൻ, ലജ്ജിതരായി തീരുവാൻ ഇടയാകരുത്. കാരണം ദൈവം നിങ്ങളെ നിയോഗിച്ചു, നിങ്ങൾക്ക് അതിന്റെ യാതൊരു പ്രയോജനവും കിട്ടാതെയും പോയി. നിങ്ങളത് ക്രോഡീകരിച്ചു. അത് മനുഷ്യ ജന്മകുലത്തിന് അനേക മനുഷ്യർക്ക്, കോടാനുകോടി മനുഷ്യർക്ക് ഉപകാരമായി തീർന്നു. എന്നാൽ അതിന്റെ നന്മ നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയാതെ പോയി.
കാരണം അതിനോട് നിങ്ങൾ ചട്ടങ്ങളും പ്രമാണങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിഗ്രഹങ്ങളും ബലിയും കാഴ്ചകളും സ്ഥാപിച്ചുകൊണ്ട് നിങ്ങൾ ആരളിയ ദൈവത്തിന് വിരോധമായി നടന്നു. അപ്പോ ദൈവവചനം, ആധികാരികമായ ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതമായി ദൈവം നൽകിയതാണ് എന്ന് നമ്മൾ വായിച്ചു. ഒരു ഭാഗം 2 വേദവാക്യങ്ങൾ കൂടി വായിച്ചിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഹെബ്രായ ലേഖനം 1-ാം അധ്യായം 1-ാമത് വാക്യവും വെളിപ്പാട് പുസ്തകം 18-ാം അധ്യായം 20-ാം വാക്യവും കൂടി ഞാൻ ഇതിനോട് ബന്ധപ്പെട്ട് വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. കൂടുതലായി ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നില്ല. ഹെബ്രായ ലേഖനം 1-ാം അധ്യായത്തിന്റെ പൂർവ്വകാലങ്ങളിൽ പ്രവാചകന്മാർ വഴി വിവിധ ഘട്ടങ്ങളിലും വിവിധ രീതികളിലും ദൈവം നമ്മുടെ പിതാക്കന്മാരോട് സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ ഈ അവസാന നാളുകളിൽ തന്റെ പുത്രൻ വഴി അവിടുന്ന് നമ്മോട് സംസാരിച്ചിരിക്കുന്നു. ആമേൻ. അപ്പൊ ഇവിടെ എഴുതിയിരിക്കുകയാണ് പൂർവ്വകാലങ്ങളിൽ. ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് പറയുന്നത്, God who at sundry times and in diverse manners spake in the time past unto the fathers by the prophets. അപ്പൊ പൂർവ്വകാലങ്ങളിലും ദൈവം സംസാരിച്ചിട്ടുള്ളത് പ്രവാചകന്മാർ വഴിയാണ്. അവസാന കാലത്ത് എന്ന് ബൈബിൾ പറയുമ്പോൾ യേശുക്രിസ്തുവിന്റെ വരവോടുകൂടി അവസാന കാലം ആരംഭിച്ചു. അവസാന കാലഘട്ടത്തിൽ നിൽക്കുന്ന നമ്മൾ ഇന്ന് ആരെങ്കിലുമൊക്കെ അച്ഛനെ ഹാലിളക്കുന്ന രീതിയിൽ സുവിശേഷം പ്രസംഗിക്കുന്നുണ്ടെങ്കിൽ, അച്ഛൻ പറയുന്നല്ലോ സോഷ്യൽ മീഡിയ തുറന്ന മുഴുവൻ ഛർദ്ദിക്കുകയാണ് വചനം, എല്ലാവരും വ്യാഖ്യാനിക്കുകയാണ്. അവരുടെ വ്യാഖ്യാനം ഇങ്ങനെ വ്യാഖ്യാനിക്കുകയാണ്. കാരണം വ്യാഖ്യാനിക്കാനുള്ള അവകാശം ഞങ്ങൾക്കാണ്. നിങ്ങൾ ആരാണ് ഈ വ്യാഖ്യാനിക്കാൻ അവകാശമുള്ളത്? അതുകൊണ്ട് അച്ഛാ ഞാൻ പറയട്ടെ, ഇത് വ്യാഖ്യാനിക്കാൻ അവകാശം ദൈവസഭയ്ക്കാണ്, കത്തോലിക്ക സഭയ്ക്കല്ല. ആരൊക്കെ വീണ്ടും ജനിച്ച ദൈവസഭയായിട്ടുണ്ടോ അവർക്ക് ഈ അവകാശം ദൈവം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അച്ഛാ ഞാൻ ഈ അവകാശം ഇന്ന് കൈകളിൽ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് കർത്താവ് തന്റെ വചനം അവസാന കാലഘട്ടത്തിൽ യേശുക്രിസ്തുവിലൂടെ പൂർത്തിയാക്കിയെങ്കിൽ യേശുക്രിസ്തുവിന്റെ അതേ ആത്മാവ്, ആ യേശുക്രിസ്തുവിന്റെ അതേ ദൈവത്തിന്റെ ആത്മാവ് അപ്പോസ്തലന്മാരിലേക്ക് യേശുവിന്റെ വാഗ്ദത്തം പകർന്നുവെങ്കിൽ അവർ സംസാരിച്ചതും യേശു സംസാരിച്ചത് തന്നെയാണ്. അതുകൊണ്ടാണ് ആരെങ്കിലും നിങ്ങളുടെ വാക്ക് കേട്ടാൽ അവർ എന്റെ വാക്ക് കേൾക്കുന്നു എന്ന് ബൈബിൾ എഴുതിയിരിക്കുന്നത്. ആരെങ്കിലും നിങ്ങളുടെ വാക്ക് തള്ളിക്കളഞ്ഞാൽ അവർ എന്നെ തള്ളിക്കളയുന്നു. അതുകൊണ്ട് അച്ഛാ നിങ്ങളുടെ വാക്കല്ല, യേശുവിന്റെ വാക്ക്, അപ്പോസ്തലന്മാരുടെ വാക്ക്, അതനുസരിക്കുവാൻ നിങ്ങൾക്ക് ബാധ്യതയുണ്ട്. ആ സത്യം നിങ്ങൾ അനുസരിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ അവസാനത്തെ ഒരു വാക്യം കൂടി വായിച്ചിട്ട് ഞാൻ ഇന്ന് ഈ ക്ലിപ്പിംഗിൽ നിന്ന്, ഈ വീഡിയോയിൽ നിന്ന് വിരമിക്കുവാൻ താല്പര്യപ്പെടുന്നു. വെളിപ്പാട് പുസ്തകം 18-ാം അധ്യായം അതിന്റെ 20-ാമത്തെ വാക്യമാണ് നമ്മൾ വായിക്കാനായിട്ട് പോകുന്നത്. 18-20. അല്ലയോ സ്വർഗമേ, വിശുദ്ധരെ, അപ്പോസ്തലന്മാരെ, പ്രവാചകന്മാരെ, അവളുടെ നാശത്തിൽ ആഹ്ലാദിക്കൂ. ഇതെനിക്ക് അടുത്ത ആഴ്ച വായിക്കാനുള്ള ഇതിന്റെ ആമുഖമായി എടുക്കുന്ന വചനമാണ്. ഇവിടെ സ്വർഗത്തെ കുറിച്ച് പറയുകയാണ്. സത്യവേദപുസ്തകത്തിൽ എഴുതിക്കുന്നത്, സ്വർഗമേ, അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും ആയുള്ളവരെ. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തലന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിസ്ഥാനത്തിന്മേൽ ക്രിസ്തു മൂലക്കല്ലായി സഭ പണിയപ്പെട്ടിരിക്കുന്നു. അപ്പോസ്തോലിക ഉപദേശം പിടിക്കാത്ത, പ്രവാചകന്മാരാൽ അരുളിച്ചെയ്യപ്പെട്ട വചനത്തെ മുറുകെ പിടിക്കാത്ത, അവർ കാണിച്ചെന്ന മാതൃക പിന്തുടരാത്ത നിങ്ങൾക്ക് ദൈവസഭയിൽ അവകാശമില്ല. അപ്പസ്തോലിക സഭയിലേക്ക് മടങ്ങണം, മാനസാന്തരപ്പെടണം, സ്നാനമേൽക്കണം, പാപങ്ങളെ കഴുകിക്കളയണം. സത്യവചനത്തെ യഥാർത്ഥമായി വിഭാഗിക്കുവാൻ നിങ്ങളെ കർത്താവ് ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ അവസരം എനിക്ക് ഒരുക്കി തന്ന JCNDSD കൂട്ടായ്മയെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും കേൾക്കുവാൻ ഇനിയും അധികം ആളുകളെ പ്രേരിപ്പിക്കുകയും ചെയ്യണം. കാരണം ഇത് അവസാന കാലമാണ്. അതുകൊണ്ട് മാനസാന്തരപ്പെടുക, രക്ഷയുടെ സന്തോഷത്തിലേക്ക് വരിക. വരുന്നാളിൽ ഏക ശരീരത്തിന്റെ സഹോദരങ്ങളായി ഒരുമിച്ച് ദൈവത്തെ സേവിപ്പാൻ നമുക്ക് എല്ലാവർക്കും കർത്താവ് ഇടതരുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.